Hi students, good morning. ഇപ്പോൾ നമ്മുടെ ഇംപ്രൂവ്മെന്റ് എക്സാം നാളെയാണല്ലോ. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി ഫൈനൽ പ്രിപ്പറേഷനിലായിരിക്കും. ഇപ്പൊ നമുക്ക് ഈ ഒരു സെഷനിൽ കുറഞ്ഞ സമയം കൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഏറ്റവും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ പെട്ടെന്ന് ഉള്ള സമയം കൊണ്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഡിഫറെന്റ് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ. ഫസ്റ്റ് ഒന്ന് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റേഴ്സ്. അപ്പൊ നമ്മൾ 2 സെഷനായിട്ടാണ് ഈ ലൈവ് പോകുന്നത്. ഫസ്റ്റ് സെഷനിൽ പാർട്ട് 1 ആണ്, സെക്കൻഡ് സെഷനിൽ പാർട്ട് 2 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് ഒന്ന് പോകാം. ജസ്റ്റ് ഒന്ന് നിങ്ങൾ റീകോൾ ചെയ്ത് നോക്കുക എന്തൊക്കെയാണ് നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചത്. ഫസ്റ്റ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന ചാപ്റ്റർ ആണ്. ആ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് ചാപ്റ്ററിൽ നിങ്ങൾ ആദ്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവും യൂണിറ്റ്സ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ടാവും ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ യൂണിറ്റ്സ് എന്താണ് കറക്റ്റ്? യൂണിറ്റ്സ് ഡിഫറെന്റ് സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ്. അപ്പൊ സാധാരണയായിട്ട് ഈ യൂണിറ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം യൂണിറ്റ്സ് നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനാണ് മെയിൻ ആയിട്ട് നമ്മൾ യൂണിറ്റ്സ് കൊടുക്കുന്നത്. ഡിഫറെന്റ് സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ് അവൈലബിൾ ആണ്. ഡിഫറെന്റ് സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ് അവൈലബിൾ ആണ്. CGS, അതേപോലെ FPS, MKS, SI സിസ്റ്റം. അപ്പൊ ഇതിലൊക്കെ നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനാണ് യൂണിറ്റ് കൊടുക്കുന്നത്. ഇതിൽ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ഫിസിക്കൽ വേൾഡ് ആൻഡ് യൂണിറ്റ്സ് മെഷർമെന്റ്. അപ്പൊ ഇതിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് യൂണിറ്റ് കൊടുക്കണമെങ്കിൽ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താ നമുക്കറിയാം. മെഷർ ചെയ്യാൻ കഴിയുന്ന എല്ലാ ക്വാണ്ടിറ്റിയും നമുക്ക് എന്ത് ചെയ്യാം? ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കാം. അപ്പൊ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റി നമുക്ക് ബേസ് ക്വാണ്ടിറ്റീസും അതേപോലെ തന്നെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും രണ്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ബേസ് ക്വാണ്ടിറ്റീസ് 7 ബേസ് ക്വാണ്ടിറ്റീസ് ഉള്ളത്. ലെങ്ത്, മാസ്, ടൈം, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ്, ഇന്റൻസിറ്റി. ഈ ബേസ് ക്വാണ്ടിറ്റീസിന് യൂണിറ്റ് ആണ് ബേസ് യൂണിറ്റ്സ് അറിയപ്പെടുന്നത്. ഇനി ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന് യൂണിറ്റ് ആണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. അപ്പൊ ആദ്യമായി കൊണ്ടുവന്ന സിസ്റ്റംസ് നിങ്ങൾക്കറിയാം CGS സിസ്റ്റം ആണ്. CGS സിസ്റ്റം ആണെങ്കിൽ CGS സിസ്റ്റത്തില് സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ് സിസ്റ്റം ആണ്. അതിനുശേഷമാണ് അത് ഇൻസഫിഷ്യന്റ് ആണെന്ന് മനസ്സിലായ സമയത്താണ് സെക്കൻഡ് വണ് FPS വന്നത്. FPS സിസ്റ്റത്തിലും ഫൂട്ട്, പൗണ്ട്, സെക്കൻഡ്. പിന്നെ അത് കഴിഞ്ഞ് MKS മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്. പിന്നെ SI സിസ്റ്റം. ഇങ്ങനെ ഡിഫറെന്റ് സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ് ആണ് അതിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് ആ ഫിസിക്കൽ വേൾഡ് എന്ന് പറഞ്ഞ ബേസിക് ആയിട്ടുള്ള ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ഉണ്ട്. അതിൽ നിന്ന് വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which of the following fundamental forces in nature binds protons and neutrons in a nucleus? 4 ഫോഴ്സ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പൊ നമുക്കറിയാം ബേസിക് ഫോഴ്സസ് ഇൻ നാച്ചർ, അതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. അത് ന്യൂക്ലിയോണുകൾ തമ്മിലുള്ള ഫോഴ്സ് ആണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ബൈൻഡ്സ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്, പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും ബൈൻഡ് ചെയ്യുന്ന ചോദിച്ചത്. അപ്പൊ പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും ബൈൻഡ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും ബൈൻഡ് ചെയ്യുക, അതായത് ന്യൂക്ലിയോൺസ് ആണ്. ഈ ന്യൂക്ലിയോൺസിനെ ബൈൻഡ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. അപ്പൊ ഫസ്റ്റ് ആൻസർ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇനി സെക്കൻഡ് ആണ് നോക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫോഴ്സ് ഈസ് പ്രസന്റ് ബിറ്റ്വീൻ ഓൾ ഒബ്ജക്ട് ഇൻ ദ യൂണിവേഴ്സ്? നമ്മുടെ യൂണിവേഴ്സിന്റെ എല്ലാ ഒബ്ജക്റ്റിലും ഉള്ളത്, എല്ലാ ഒബ്ജക്റ്റിനെയും ഇടയിലുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതേത് ഫോഴ്സ് ആയിരുന്നു? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ്. അത് ന്യൂട്ടന്റെ തലയിലേക്ക് ആപ്പിളുടെ സമയത്ത് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അദ്ദേഹം പറഞ്ഞ എന്താ? ഓൾ ഒബ്ജക്ട്, ഓൾ ബോഡീസ് ഇൻ ദ യൂണിവേഴ്സ്, എവരി ബോഡി ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട് വിത്ത് ഈച്ച് അതർ. അപ്പൊ എല്ലാ ബോഡിയും തമ്മിൽ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അത് ഏത് ബോഡി ആവട്ടെ, എല്ലാ ബോഡിയും നമ്മൾ അട്രാക്റ്റീവ് ഫോഴ്സ്. അപ്പൊ ഇവിടെ ചോദിച്ചതാണ് ഫോഴ്സ് ബിറ്റ്വീൻ ഓൾ ഒബ്ജക്ട്, ദാറ്റ് ഈസ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ്. അത് വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നാച്ചർ കൂടിയാണ്. പിന്നെ ചോദിച്ചിരിക്കുന്നത് ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ദാറ്റ് ഡീൽസ് വിത്ത് സ്റ്റഡി ഓഫ് ലൈറ്റ്. ലൈറ്റിനെ കുറിച്ച് ഡീൽ ചെയ്യുന്ന ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് അതേതാണ്? ഒപ്റ്റിക്സ് ആണ്. അപ്പൊ ഇത് ഡിഫറെന്റ് ബ്രാഞ്ച് കൊടുത്താൽ നിങ്ങൾക്ക് കാണാം. മെക്കാനിക്സ് അറിയാം. മെക്കാനിക്സ് എന്തിനെ കുറിച്ചാണ് ഡീൽ ചെയ്യുന്നത്? മെക്കാനിക്സ് ഡീൽ ചെയ്യുന്നത് മോഷനെ കുറിച്ചാണ് ഡീൽ ചെയ്യുന്നത്. ഇലക്ട്രോ ഡൈനാമിക്സ് ഡീൽ ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഇലക്ട്രോ ഡൈനാമിക്സ് ഇലക്ട്രിക് ചാർജിനെ കുറിച്ചും അതിന്റെ മോഷനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ഡീൽ ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി അടുത്തൊരു ഫോഴ്സും നോക്കാം. അത് ആദ്യമായിട്ട് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് ഫിസിക്കൽ വേൾഡ് ആണ്. അടുത്തതാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്. ഈ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് ഒന്ന്, അതായത് ഒരുമിച്ചാണ് നമ്മുടെ ചാപ്റ്റർ വരുന്നത്.
ഫിസിക്കൽ വേർഡ് ആൻഡ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്. ആ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിൽ ശ്രദ്ധിച്ച് നോക്ക്. അവിടെ ചോദിച്ചു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്ഡ് ഇൻ എ സ്ട്രിംഗ് എക്സ് ബൈ ലെങ്ത് എഫ് ഈസ് ഈക്വൽ മൈനസ് കെ എക്സ്. ഡയമെൻഷൻ ഫോർമുല ഓഫ് കെ ഈസ്. ആദ്യമായിട്ട് എന്താണ് ഡയമെൻഷൻ ഫോർമുല നമുക്കറിയണം. ഡയമെൻഷൻ ഫോർമുല എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ അതിന്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ബേസ് ക്വാണ്ടിറ്റീസിന്റെ പവേഴ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഡയമെൻഷൻ ഫോർമുല. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഏരിയ എടുക്കുകയാണെങ്കിൽ ഏരിയ നമുക്ക് എഴുതാം ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നാണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ഇതാണ് ഏരിയ. അപ്പോൾ നമുക്ക് ലെങ്ത്തിന്റെ ഡയമെൻഷൻ ഫോർമുല എൽ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യാറുള്ളത്, ബ്രെഡ്ത്തിൻ്റെതും എൽ കൊണ്ടാണ്. അപ്പൊ ഡയമെൻഷൻ ഫോർമുല ഓഫ് ഏരിയ ഈസ് എൽ സ്ക്വയർ ആയിരുന്നു. ഇതേപോലെ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്കും ഡയമെൻഷൻ ഫോർമുല ഉണ്ട്. വെലോസിറ്റി ആണെങ്കിൽ നമുക്കറിയാം എൽ ടി റൈസ് ടു -1 ആണ്, ആക്സിലറേഷൻ എൽ ടി റൈസ് ടു -2 ആണ്, മൊമെന്റം എം എൽ ടി റൈസ് ടു -1 ആണ്, ഫോഴ്സ് എം എൽ ടി റൈസ് ടു -2 ആണ്. ഇതേപോലെ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനും കറക്റ്റ് നമ്മുടെ ഡയമെൻഷൻ കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എഫ് ഈസ് ഈക്വൽ ടു -k x, ഡയമെൻഷൻ ഫോർമുല ഓഫ് k ഈസ്, കെയുടെ ഡയമെൻഷൻ ഫോർമുല എക്സ് എന്താണ്, എക്സ് ഈസ് ദ ലെങ്ത്, എക്സ്റ്റെൻഡഡ് ലെങ്ത് ആണ്. അപ്പൊ നമുക്ക് എഴുതാം എഫ് ഈസ് ഈക്വൽ ടു kx ആണെങ്കിൽ k is equal to നമുക്ക് എഴുതാം k is equal to എങ്ങനെ എഴുതാം, k is equal to f by x എന്ന് എഴുതാം. അപ്പൊ k is equal to f by x. Okay, അപ്പൊ k is equal to f by x. അപ്പൊ ഇവിടെ നമുക്ക് ഡയമെൻഷൻ ഫോർമുല എഴുതുന്ന സമയത്ത് ആദ്യമായിട്ട് എഫിന്റെ ഡയമെൻഷൻ ഫോർമുല എഴുതാം. എഫ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്. വാട്ട് ഈസ് ഡയമെൻഷൻ ഫോർമുല ഓഫ് ഫോഴ്സ്? അപ്പൊ ഡയമെൻഷൻ ഫോർമുല ഓഫ് k is equal to ഡയമെൻഷൻ ഫോർമുല ഓഫ് എഫ്. എഫിന്റെ ഡയമെൻഷൻ ഫോർമുല എന്തായിരുന്നു? എം എൽ ടി റൈസ് ടു -2. ഇതല്ലേ ഫോഴ്സ് ഡയമെൻഷൻ ഫോർമുല. ബൈ എക്സ് എന്ന ഡിസ്റ്റൻസ് ആണ്, അത് ഡയമെൻഷൻ ഫോർമുല എൽ. എല്ലും കട്ട് ചെയ്താൽ നമുക്ക് എഴുതാം ഡയമെൻഷൻ ഫോർമുല ഓഫ് കെ ഈസ് എം ടി റൈസ് ടു -2. ഇതേ ഡയമെൻഷൻ ഫോർമുല വേറെ ക്വാണ്ടിറ്റീസ് ഏതെങ്കിലും അറിയാൻ പറ്റുമോ? എം ടി റൈസ് ടു -2 ആണ് ഡയമെൻഷൻ ഫോർമുല എങ്കിൽ ഇതേ ഡയമെൻഷൻ ഫോർമുല മറ്റൊരു ക്വാണ്ടിറ്റിയാണ് സർഫസ് ടെൻഷൻ, അതുപോലെ സർഫസ് എനർജി. അപ്പൊ സർഫസ് ടെൻഷൻ, സർഫസ് എനർജി, ഇതിനെ വേണം വിളിക്കാം ഫോഴ്സ് കോൺസ്റ്റന്റ്, സ്പ്രിംഗ് കോൺസ്റ്റന്റ്. ഇതെല്ലാം ഒരേ ഡയമെൻഷൻ ഫോർമുലയാണ്. ഓക്കെ, അടുത്ത നമുക്ക് അഞ്ചാമത്തെ ദിവസം നോക്കാം. ചെക്ക് ദ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ദി റിലേഷൻ V is റൂട്ട് ഓഫ് GM/R. അപ്പൊ നമുക്കറിയാം ഇവിടെ ഡയമെൻഷൻ ഫോർമുല യൂസ് ചെയ്യുന്നത് 3 പർപ്പസ് ആണ്. ഒന്ന്, ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദി ഇക്വേഷൻ, ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. രണ്ടാമത്തതോ, ഡിറൈവ് റിലേഷൻ ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, ഡിഫറെന്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. മൂന്നാമത്തതോ, കൺവേർട്ട് വൺ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഇൻ ടു അനദർ സിസ്റ്റം, ഒരു സിസ്റ്റത്തെ മറ്റൊരു സിസ്റ്റത്തിൽ കൺവേർട്ട് ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഡയമെൻഷൻ ഫോർമുല യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ചെക്ക് ദ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ദി റിലേഷൻ V is റൂട്ട് ഓഫ് GM/R. അപ്പൊ ഈ റൂട്ട് ഓഫ് GM/R കറക്റ്റ് ആണോ അല്ലെന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ ഇത് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാ? ഡയമെൻഷൻ ഫോർമുല ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഏതാണ്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. എന്താ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പറഞ്ഞത്? ഇൻ an equation ഡയമെൻഷൻ ഫോർമുല ഓഫ് ഓൾ ടേംസ് ആർ ഈക്വൽ. നിങ്ങൾ ഏതെല്ലാം ടേംസ് എടുക്കുകയാണോ, ഒരു ഇക്വേഷനിൽ ഏതെല്ലാം ടേംസ് ഉണ്ടോ എല്ലാ ടേംസിന്റെ ഡയമെൻഷൻ ഫോർമുല ഈക്വൽ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ടേമുകൾ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം? ടേമുകളെ സെപ്പറേറ്റ് ചെയ്യാം ഒന്നുകിൽ പ്ലസ് ഉപയോഗിച്ചാണ്, അല്ലെങ്കിൽ മൈനസ് ഉപയോഗിച്ചാണ്, അതല്ലെങ്കിൽ ഈക്വൽ ടു ഉപയോഗിച്ചാണ്. അപ്പൊ ഇവിടെ നോക്ക്, നമുക്ക് കിട്ടിയ ഇക്വേഷൻ V is റൂട്ട് ഓഫ് GM/R. എത്ര ടേം ഉണ്ട്? ഒരു ടേം V ആണ്, രണ്ടാമത്തെ ടേം ഏതാ? റൂട്ട് ഓഫ് GM/R ആണ്. ഈ രണ്ട് ടേമിനെയും സെപ്പറേറ്റ് ചെയ്ത് ഏത് ഉപയോഗിച്ച? ഈക്വൽ ടു സിമ്പിൾ ഉപയോഗിച്ച. അപ്പൊ ഇത് ഡയമെൻഷനലി കറക്റ്റ് ആണോ ചെക്ക് ചെയ്യണമെങ്കിൽ രണ്ട് ഭാഗത്ത് ഡയമെൻഷൻ ചെക്ക് ചെയ്യണം. ആദ്യമായിട്ട് ഡയമെൻഷൻ ഓഫ് V നമുക്ക് നോക്കാം. ഡയമെൻഷൻ ഓഫ് V എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഡയമെൻഷൻ LT റൈസ് ടു -1 ആണല്ലോ. ഇനി ഏതാണ്? റൂട്ട് ഓഫ് GM/R. അപ്പൊ അങ്ങനെ തന്നെ എഴുതുന്നു റൂട്ട് ഓഫ് GM/R. ഇതിന്റെ ഡയമെൻഷൻ ഫോർമുല എഴുതുമ്പോൾ ആദ്യം റൂട്ട് അതേപോലെ എഴുതി. റൂട്ട് ഓഫ് G എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണല്ലോ. അതിന്റെ ഡയമെൻഷൻ ഫോർമുല എന്തായിരുന്നു? M റൈസ് ടു -1 L ക്യൂബ് T റൈസ് ടു -2. ഇതെല്ലായിരുന്നു ഡയമെൻഷൻ ഫോർമുല ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഇൻറ്റു M, മാസിന്റെ ഡയമെൻഷൻ ഫോർമുല M ബൈ R എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ഡയമെൻഷൻ ഫോർമുല എന്താണ്? L ആണ്. അപ്പൊ M റൈസ് ടു -1 ഉം M ഉം ക്യാൻസൽ ആയി പോയി.
പിന്നെ എൽ ക്യൂബ് ബൈ എൽ എന്ന് പറഞ്ഞാൽ എൽ സ്ക്വയർ. എൽ സ്ക്വയറിന്റെ റൂട്ട് എടുക്കുന്ന സമയത്ത് എന്താ വരുന്നത്? എൽ വരും. ടി റൈസ് ടു മൈനസ് ടുന്റെ റൂട്ട് എടുക്കുമ്പോൾ അതായത് ഇത് എൽ ക്യൂബ് കട്ട് ചെയ്താൽ റൂട്ട് ഓഫ് എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് ടു ആണ്. ടി റൈസ് ടു മൈനസ് ടു റൂട്ട് എടുക്കുമ്പോൾ ടി റൈസ് ടു മൈനസ് വൺ. ഹിയർ ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് dimensional formula of v is equal to dimensional formula of root of gm by r. So we can say this equation is dimensionally correct. അടുത്ത ഇക്വേഷൻസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. സ്റ്റേറ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്തിനു വേണ്ടി യൂസ് ചെയ്ത്? ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലെ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. അപ്പൊ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പറയുന്നത് ഇൻ ആൻ ഇക്വേഷൻ ഡയമെൻഷൻ ഫോർമുല ഓഫ് ഓൾ ടേംസ് ആർ ഈക്വൽ. എല്ലാ ടേംസിന്റെയും ഡയമെൻഷൻ ഫോർമുല ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ ഇത് സ്റ്റേറ്റ് ചെയ്യാൻ ഒരു മാർക്കാണ് ചോദിച്ചത്. അപ്പൊ ഇക്വേഷൻ ഡയമെൻഷൻ ഫോർമുല ഓഫ് ഓൾ ടേംസ് ആർ ഈക്വൽ. രണ്ടാമത്തെ നോക്കിയേ, അതിൽ ബി ഓപ്ഷൻ. ബി പറഞ്ഞത് സെൻട്രിപിറ്റൽ ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ മാസ് ഓഫ് ദി ഒബ്ജക്റ്റ്, വെലോസിറ്റി ആൻഡ് റേഡിയസ്. യൂസിംഗ് മെത്തേഡ് ഓഫ് ഡയമെൻഷൻ ഡിറൈവ് ഇക്വേഷൻ ഫോർ സെൻട്രിപിറ്റൽ ഫോഴ്സ്. സെൻട്രിപിറ്റൽ ഫോഴ്സിനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. അപ്പൊ സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒന്ന് മാസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, രണ്ട് വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, മൂന്ന് റേഡിയസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് ക്വാണ്ടിറ്റി ഇക്വേഷൻ ആണ് ഡിറൈവ് ചെയ്യുന്നത് അതിന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഴുതുന്നു. അപ്പൊ ഇവിടെ ഫോഴ്സിന്റെ ഇക്വേഷൻ ആയതുകൊണ്ട് ഫോഴ്സിന് എഴുതി. എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു ആരൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്തത്? ഒന്ന് ഫസ്റ്റ് വൺ മാസ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ് എം. എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്കറിയില്ല. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണോ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണോ, സ്ക്വയർഡ് ആണോ, സ്ക്വയർ റൂട്ട് ഒന്നും നമുക്കറിയില്ല. അതുകൊണ്ട് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒരു പവർ കൊടുത്തേക്കുക, എ കൊടുക്കുക, എം റൈസ് ടു എ. രണ്ടാമത്തേതാ വെലോസിറ്റി. വെലോസിറ്റി ആണെങ്കിൽ വി റൈസ് ടു ബി. മൂന്നാമത്തേതാ റേഡിയസ് ആർ റൈസ് ടു സി. ഇനി നമുക്ക് ഇതിനെ ഇക്വേഷൻ ആക്കി മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റ് കൊടുക്കാം, കെ ഇൻറ്റു എം റൈസ് ടു എ വി റൈസ് ടു ബി ആർ റൈസ് ടു സി. ഇനി എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ നമുക്ക് കണ്ടെത്തണം യൂസിങ് ഡയമെൻഷൻ. അപ്പൊ അതിനുവേണ്ടി ഓരോ ക്വാണ്ടിറ്റി ഡയമെൻഷൻ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എം എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണല്ലോ. എന്തായാലും ഫോഴ്സ് ഡയമെൻഷൻ ഫോർമുല പറ എം എൽ ടി റൈസ് ടു മൈനസ് ടു. ഓക്കെ, കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത കോൺസ്റ്റന്റ് ആണല്ലോ. ഇതിന് ഇക്വേഷൻ പറഞ്ഞു വിളിക്കുക. ഈ കെക്ക് ഡയമെൻഷൻ ഫോർമുല ഇല്ല. എം എന്ന് പറഞ്ഞാൽ മാസ് ആണ്, മാസിന്റെ എം തന്നെയാണ്. വി എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി ആണ്. വെലോസിറ്റി എന്താ? എൽ ടി റൈസ് ടു മൈനസ് വൺ ഓൾ റൈസ് ഇവിടെ എന്തുണ്ട്? പവർ ബി ഉണ്ട്. അപ്പൊ ബി. ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. റേഡിയസ് ഡയമെൻഷൻ ഫോർമുല എന്തായിരുന്നു? ലെങ്ത് ഡയമെൻഷൻ ഫോർമുല എൽ റൈസ് ടു സി. ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ എം റൈസ് ടു എ ഇവിടെ ഉണ്ട്, ഇവിടെ എൽ റൈസ് ടു ബി എൽ റൈസ് ടു സി ഉണ്ട്. അപ്പൊ നമുക്ക് എഴുതാം എൽ റൈസ് ടു ബി പ്ലസ് സി ടി റൈസ് ടു മൈനസ് ബി. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് എയും ബിയും സിയും കാണണ്ടേ? എയും ബിയും സിയും കാണാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് ഇക്വേറ്റിംഗ് ദ പവേഴ്സ്. പവേഴ്സ് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഇക്വേറ്റിംഗ് പവേഴ്സിന് ഇക്വേറ്റ് ചെയ്യുന്നു. ശ്രദ്ധിക്ക്. അപ്പൊ പവേഴ്സിന് ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ എമ്മിന്റെയും എല്ലിന്റെയും ടിന്റെയും പവർ രണ്ട് സൈഡിലും ഈക്വൽ ആവണം. ആദ്യമായിട്ട് എമ്മിന്റെ പവർ ഇക്വേറ്റ് ചെയ്താൽ, ഇവിടെ എമ്മിന്റെ പവർ ഇക്വേറ്റ് ചെയ്താൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡില് എം എൽ ടി റൈസ് ടു മൈനസ് ടു ആണ്. ഇവിടെ എമ്മിന്റെ പവർ എത്ര നോക്കിയ? എമ്മിന്റെ പവർ 1 അല്ലേ? റൈറ്റ് ഹാൻഡ് സൈഡിൽ എമ്മിന്റെ പവർ എത്ര? എ. അപ്പൊ എ ഇസ് ഈക്വൽ ടു 1 കിട്ടി. ഇനി ഇവിടെ ടിന്റെ പവർ മൈനസ് ബി ആണ്, ഇവിടെ ടിന്റെ പവർ മൈനസ് 2 ആണ്. അപ്പൊ അത് കമ്പയർ ചെയ്താൽ മൈനസ് ബി ഇസ് ഈക്വൽ ടു മൈനസ് 2 ഓർ ബി ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഇനി മൂന്നാമത്തെ ക്വാണ്ടിറ്റിയെ നോക്ക്, എല്ലിന്റെ പവർ. എല്ലിന്റെ പവർ ഇവിടെ ബി പ്ലസ് സി ആണ്, ഇവിടെ 1 ആണ്. അപ്പൊ ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു 1 or c is equal to 1 minus b, that is equal to 1 minus 2 ചെയ്താൽ എത്ര കിട്ടുന്നത്? -1. അപ്പൊ നമുക്ക് a യുടെ വാല്യൂ കിട്ടി 1, b യുടെ വാല്യൂ കിട്ടി 2, c യുടെ വാല്യൂ -1 ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ 1 കൊടുത്താൽ എന്തായിട്ട് മാറും? f is equal to k into m raised to 1 v raised to b എത്രയാ? v raised to b ന്റെ വാല്യൂ 2, r raised to c ന്റെ വാല്യൂ എത്ര? -1. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ, k m v സ്ക്വയർ r raised to -1 by r എന്ന് എഴുതാം. അപ്പൊ k m v സ്ക്വയർ by r ആണ്. ഇവിടെ ഈ k ന്റെ വാല്യൂ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. k ന്റെ വാല്യൂ ആക്ച്വലി 1 ആണ്. ആ k ന്റെ വാല്യൂ 1 കിട്ടിയാൽ നിങ്ങൾ ഓൾറെഡി പഠിച്ച ഇക്വേഷൻ കിട്ടും. സെൻട്രിപിറ്റൽ ഫോഴ്സ് F is equal to mv സ്ക്വയർ by r. ഓക്കെ, അപ്പൊ നമ്മുടെ ഡയമെൻഷൻ ചെക്ക് ചെയ്തെങ്കിൽ ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കുക. ഫിസിക്കൽ ക്വാണ്ടിറ്റി 4 ഒബ്സർവബിൾസ് ABCD P is equal to a cube b square by root of CD. Percentage error in measurement of ABCD 1 2 3 4 1 2 1 3 2 3.
വാട്ട് ഈസ് എ പെർസെന്റേജ് എറർ ഇൻ മെഷർമെന്റ് ഓഫ് പി? ആ പി ഉള്ള എറർ കണ്ടുപിടിക്കണം. അപ്പൊ എറർ കണ്ടുപിടിക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എറർ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ആൻഡ് മെഷേർഡ് വാല്യൂ. ഇവിടെ രണ്ട് ടൈപ്പ് എറർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, സിസ്റ്റമാറ്റിക് എററും റാൻഡം എററും. സിസ്റ്റമാറ്റിക് എറർ ആണെങ്കിൽ റെഗുലർ ഓർഡർ നടക്കുന്ന എറർ ആണെങ്കിൽ, റാൻഡം എറർ എന്താണ്? ഒരു ഓർഡർ ഇല്ലാത്ത എറർ ആണ്. നമുക്ക് ഈ എറർ മിനിമൈസ് ചെയ്യാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? എറർ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരേ ഒരു മെത്തേഡ് നമ്മൾ പറഞ്ഞത് റിപ്പീറ്റിംഗ് ദ മെഷർമെന്റ് റിപ്പീറ്റ് ചെയ്യുക, എന്നൊരു മീൻ വാല്യൂ എടുക്കുക. അപ്പൊ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് മീൻ വാല്യൂ എടുക്കുന്ന സമയത്ത് ആ മീൻ വാല്യൂവും മെഷേർഡ് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിനെ അബ്സല്യൂട്ട് എറേഴ്സ് എന്ന് വിളിച്ചു. അങ്ങനെ ഓരോ മെഷേർഡ് വാല്യൂവും മീൻ വാല്യൂ തമ്മിൽ ഡിഫറൻസ് ആണെങ്കിൽ ഡിഫറെന്റ് അബ്സല്യൂട്ട് എറേഴ്സ് കിട്ടും. അതിന്റെ മീൻ വാല്യൂ ആണ് മീൻ അബ്സല്യൂട്ട് എറർ. ആ മീൻ അബ്സല്യൂട്ട് എററിന് മീൻ വാല്യൂ ഡിവൈഡ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്? റിലേറ്റീവ് എറർ കിട്ടുന്നത്. റിലേറ്റീവ് എററിന് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് പെർസെന്റേജ് ഓഫ് എറർ ആയിട്ട് മാറുന്നു. അപ്പൊ ഇവിടെ നമുക്ക് കാണേണ്ടത് പെർസെന്റേജ് ഓഫ് എറർ ആണ്. അപ്പൊ നോക്കിയേ, എ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി, ഇവിടെ എ, ഈ എയുടെ എറർ എത്ര എന്നത് 1% എന്നോ. അതെങ്ങനെ എഴുതാം? നമുക്കറിയാം, ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100. ഇതല്ലേ പെർസെന്റേജ് എറർ ഇൻ എ? പെർസെന്റേജ് എറർ ഇൻ എ ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100. പെർസെന്റേജ് ബി ആണെങ്കിലോ ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100. പെർസെന്റേജ് സി ആണെങ്കിലോ ഡെൽറ്റ സി ബൈ സി ഇൻറ്റു 100. പെർസെന്റേജ് ഡി ആണെങ്കിലോ ഡെൽറ്റ ഡി ബൈ ഡി ഇൻറ്റു 100. അപ്പോൾ തന്നിരിക്കുന്ന വാല്യൂ നോക്കിയേ, ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100 ഈസ് ഈക്വൽ എത്ര എന്നത്? 1%. ഇനിയോ ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100, അതായത് പെർസെന്റേജ് എറർ ബി, അത് എത്ര തന്നിട്ടുണ്ട്? 3 തന്നത്. ഇനിയോ ഡെൽറ്റ സി ബൈ സി ഇൻറ്റു 100, അത് എത്രയാ തന്നത്? നോക്കിയേ, ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്ക്, വാല്യൂ 2 ആണ്. ആൻഡ് ഡെൽറ്റ ഡി ബൈ ഡി ഇൻറ്റു 100 എത്രയാണ്? 3%. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? പെർസെന്റേജ് എറർ പി ആണ്. അപ്പൊ പി എന്ന് പറഞ്ഞാൽ എന്താ? പി is equal to a cube b square by root of cd. root x എന്നാൽ x raised to 1/2 ആണ്. അപ്പൊ root of cd എന്നാൽ cd raised to 1/2. അപ്പൊ c raised to 1/2 d raised to 1/2. അപ്പൊ നമുക്ക് ഇതിൽ എറർ അല്ലേ കണ്ടത്? എറർ ഡെൽറ്റ പി ബൈ പി is equal to a cube എറർ. നമുക്കറിയാം z is equal to a raised to k ആണെങ്കിൽ എന്താ വിളിച്ചത്? ഡെൽറ്റ z by z is equal to k into ഡെൽറ്റ a by a എന്നല്ല വിളിച്ചത്. അങ്ങനെയാണെങ്കിൽ a ക്യൂബിൽ എറർ എന്താ? ഇതിന്റെ പവർ എത്രയാ? 3. അപ്പൊ 3 into ഡെൽറ്റ a by a. പിന്നെ a ക്യൂബ് into b സ്ക്വയർ ആണ്. നമ്മൾ z is equal to ab ആണെങ്കിൽ ഡെൽറ്റ z by z is equal to ഡെൽറ്റ a by a പ്ലസ് ഡെൽറ്റ b by b ആണല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് a ക്യൂബിൽ എറർ കിട്ടി. ഇനി b സ്ക്വയർ എറർ കൂടി ആഡ് ചെയ്യണം. പ്ലസ് ബി സ്ക്വയർ എങ്ങനെ എഴുതാം? ബി സ്ക്വയറിൽ പവർ 2 ആണ്. 2 into ഡെൽറ്റ ബി ബൈ ബി. ഇനി എ ക്യൂബ് ബി സ്ക്വയർ ബൈ സി ഡി ആണ്. അപ്പൊ എറർ എടുക്കുന്ന സമയത്ത് ഒരിക്കലും ബൈ ഉണ്ടാവില്ല. എറർ ആഡ് ചെയ്യുക മാത്രമേ ഉള്ളൂ. മൾട്ടിപ്ലിക്കേഷൻ ഇല്ല, സബ്ട്രാക്ഷൻ ഇല്ല, ഡിവിഷൻ ഇല്ല. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് z is equal to a by b ആണെങ്കിൽ ഡെൽറ്റ z by z is equal to ഡെൽറ്റ a by a പ്ലസ് ഡെൽറ്റ b by b ആണല്ലോ. ആ ഫോമിലേക്ക് ഒന്ന് മാറ്റി നോക്കാം. അപ്പൊ ഇവിടെ നോക്കിയേ, a ക്യൂബ് b സ്ക്വയർ ബൈ റൂട്ട് ഓഫ് c ആണെങ്കിൽ ബൈ നമുക്ക് എന്ത് ചെയ്യാം? പ്ലസ് എന്താ പവർ? ഹാഫ് ഡെൽറ്റ c by c പ്ലസ് ഹാഫ് ഡെൽറ്റ d by d. ഇനി ശ്രദ്ധിച്ച ഇതിൽ നമുക്ക് പെർസെന്റേജ് എറർ കണ്ടത്. അപ്പൊ ഡെൽറ്റ p by p into 100 is equal to 3 into ഡെൽറ്റ a by into 100 എത്ര വന്നിരിക്കുന്നത്? ഡെൽറ്റ a by into 100 1 പ്ലസ് 2 into ഡെൽറ്റ b by b into 100 3 ആണ്. പ്ലസ് ഹാഫ് into ഡെൽറ്റ c by c into 100 എത്രയാണത്? 2 പ്ലസ് ഹാഫ് into ഡെൽറ്റ d by 3. അപ്പൊ എത്ര കിട്ടുന്നത്? 3 into 1 3 പ്ലസ് 2 into 3 6 പ്ലസ് 2 into half 1 പ്ലസ് 1.5. that is equal to 9 10 11.5%. ഓക്കെ, ഇതാണ് പെർസെന്റേജ് എറർ. അപ്പൊ ക്ലിയർ ആണോ? അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ചോദിക്കുന്ന ഏരിയാസ് ആണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോവാം. സെക്കൻഡ് ചാപ്റ്റർ ആണ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പൊ ഇതിൽ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പൊ ഈ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ നമ്മുടെ ആദ്യമായിട്ട് ഡിഫറെന്റ് ടേംസ് ആണ് പഠിക്കുന്നത്. അതായത് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഞാൻ പഠിച്ചു കഴിഞ്ഞു. സ്പീഡ് വെലോസിറ്റി പഠിച്ചു കഴിഞ്ഞു. ആക്സലറേഷൻ പഠിച്ചു കഴിഞ്ഞു. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെലോസിറ്റി, യൂണിഫോം വെലോസിറ്റി, വാരിയബിൾ വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി, ഇൻസ്റ്റന്റീനിയസ് വെലോസിറ്റി, ഇതെല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇതിനുശേഷമാണ് നിങ്ങൾ പഠിക്കുന്നത് ഗ്രാഫുകളാണ്. പൊസിഷൻ ടൈം ഗ്രാഫ്. പൊസിഷൻ ടൈം ഗ്രാഫ് ആണെങ്കിൽ സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഗീവ്സ് വെലോസിറ്റി. ഓരോ സിറ്റുവേഷനിലും പൊസിഷൻ ടൈം ഗ്രാഫ് നിങ്ങൾ വരച്ചിട്ടുണ്ട്.
സ്റ്റേഷനറി ഒബ്ജക്റ്റ് ആണെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫ് സ്ട്രൈറ്റ് ലൈൻ ആണ്. യൂണിഫോം മോഷൻ ആണെങ്കിൽ സ്ട്രൈറ്റ് ലൈൻ വിത്ത് കോൺസ്റ്റന്റ് സ്ലോപ്പ് ആണ്. നോൺ യൂണിഫോം മോഷൻ ആണെങ്കിൽ അത് ഒരു കർവ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഡിഫറെന്റ് സിറ്റുവേഷൻ ഡിഫറെന്റ് പൊസിഷൻ ടൈം ഗ്രാഫ്. പൊസിഷൻ ടൈം ഗ്രാഫ് മാത്രമല്ല, പിന്നെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചിട്ടുണ്ട്. അതും ഡിഫറെന്റ് സിറ്റുവേഷനിൽ വെലോസിറ്റി ടൈം ഗ്രാഫിന് രണ്ട് ഫൈൻഡിംഗ് എന്ന് പറയുന്നത് ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് സ്ലോപ്പ് ഓഫ് ദി ഗ്രാഫ് ഗീവ്സ് ആക്സിലറേഷൻ. ഈ രണ്ട് ഫൈൻഡിംഗ് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണ്. 3 ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. V is in U plus 30, S is in UT plus half AD square, V square is equal to U square plus 2AS. അപ്പൊ ഇനി ഇത് കഴിഞ്ഞാൽ അടുത്ത നിങ്ങൾ വെർട്ടിക്കൽ മോഷൻ, അതായത് ഗ്രാവിറ്റേഷണൽ ഫീൽഡിന്റെ എഫക്ട് കൊണ്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ആക്സിലേഷൻ എന്ന് പറഞ്ഞാൽ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G ആണ്. അവിടെ നിങ്ങൾ അപ്വേർഡ് മോഷൻ ആണെങ്കിൽ സ്പീഡ് കുറഞ്ഞു വരുന്നത് കൊണ്ട് ജിന്റെ വാല്യൂ -9.8 എടുക്കാറുണ്ട്. താഴേക്ക് വരുന്ന സമയത്ത് അതെന്താണ് ആക്സിലേറ്റർ മോഷൻ ആയതുകൊണ്ട് G 9.8 എടുക്കാറുണ്ട്. അവിടെ ഫ്രീ ഫാൾ എന്ന് പറഞ്ഞാൽ ഡൗൺവേർഡ് മോഷൻ ഓഫ് ദി ബോഡി അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അലോൺ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഫലമായിട്ട് മാത്രം ഒരു ബോഡി താഴേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഫ്രീ ഫാൾ. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കിയേ, ഫ്രീ ഫാൾ ഈസ് എ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. അപ്പൊ യൂണിഫോംലി ആക്സിലറേറ്റ്, അതായത് ഇതിന്റെ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. ഫ്രീ ഫാൾ ആണെങ്കിൽ ഫ്രീ ഫാൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G ആണ്, 9.8 ആണ്. അതിന്റെ ഡ്രോ വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിൽ ടൈമാണ് നമ്മൾ എടുക്കുന്നത്, അതേപോലെ വൈ ആക്സിൽ എടുക്കുന്നത് ഏതാണ്? വെലോസിറ്റി ആണ്. അപ്പൊ ഫ്രീ ഫാൾ ആണെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? 0. പിന്നെ ഇതെന്താ? യൂണിഫോം ആക്സിലറേഷൻ ആണ്. യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ യൂണിഫോം ആക്സിലറേഷന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന സ്ട്രേറ്റ് ലൈൻ വിത്ത് എ കോൺസ്റ്റന്റ് സ്ലോപ്പ്. അതായത് എങ്ങനെയാണോ ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം, വെലോസിറ്റി എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു അതേപോലെ ടൈമും ചേഞ്ച് ചെയ്യുന്നു. രണ്ടും ഒരേപോലെ ചേഞ്ച് ചെയ്യാൻ ഗ്രാഫ് സ്ട്രൈറ്റ് ലൈൻ അല്ലേ? അപ്പൊ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എന്തായിരിക്കും? ഇതേപോലെ ഗ്രാഫ് കിട്ടും, സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, പിന്നെന്താ? എ ബോൾ ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ് വിത്ത് എ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഒരു ബോൾ മേലേക്ക് ത്രോ ചെയ്യാണ് 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ യു ആണ് 20 മീറ്റർ പെർ സെക്കൻഡ്. എവിടുന്നാണ്? ഫ്രം ദി ടോപ്പ് ഓഫ് എ ബിൽഡിംഗ്. ഒരു ബിൽഡിങ്ങിന് മേലാണ് ത്രോ ചെയ്യുന്നത്. എന്നിട്ടോ ഹൈറ്റ് ഓഫ് ദി പോയിന്റ് ഫ്രം 25 മീറ്റർ ആണ് ഗ്രൗണ്ട് എന്നുള്ള ആ ബിൽഡിങ്ങിന്റെ ഹൈറ്റ്. ഹൗ ഹൈ വിൽ ബോൾ റൈസ്? എത്ര റൈസ് ചെയ്യും? ഹൗ ലോങ് വിൽ ബി ബിഫോർ ബോൾ ഹിറ്റ്സ് ദ ഗ്രൗണ്ട്? എത്ര ടൈം എടുക്കുന്നു? അപ്പൊ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 25 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ബിൽഡിങ്, ഈ ബിൽഡിങ്ങിന് മേലെ നിന്ന് 20 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി മേലെ ത്രോ ചെയ്താൽ ഇത് മേലെ പോയി തിരിച്ചു വരുമല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് ഹൗ ഹൈ, ആദ്യം ഹൈറ്റ് കാണും. എന്താ ഹൈറ്റ് കാണുന്ന ഇക്വേഷൻ നിങ്ങൾ പഠിച്ചത്? U²/2G ആണ്. ഇവിടെ യു എത്ര? U ഇസ് ഈക്വൽ ടു നമ്മൾ തന്നിട്ടുണ്ട് 20 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണ് U² 20 × 20/2G. 2 × 10. ജിന്റെ വാല്യൂ 9.8 ആണെങ്കിലും പ്രോബ്ലത്തിന് വേണ്ടി ഞാൻ 10 എടുക്കുന്നു. കട്ട് ചെയ്താൽ വി ഗെറ്റ് 20 മീറ്റർ. അപ്പൊ ബിൽഡിങ്ങിന്റെ മേലെന്നാണ് ഈ ഹൈറ്റ് ആണ് 20 മീറ്റർ. അപ്പൊ താഴെ എത്ര ഹൈറ്റ് ഉണ്ടാവും? ഗ്രൗണ്ട് എന്നുള്ള ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 20 + 25. അപ്പൊ നമുക്ക് പറയാം 45 മീറ്റർ. H is equal to 45 മീറ്റർ above the ground. ഗ്രൗണ്ടിന്ന് 45 മീറ്റർ മേലെയാണ്. അതേ സമയത്ത് ബിൽഡിങ്ങിന് മേലെന്നോ 20 മീറ്റർ മേലെയാണ്. പിന്നെ ചോദിച്ചത് ഇത് താഴത്തെ എത്ര ടൈം വേണമെന്നാ. അപ്പൊ ആദ്യമായിട്ട് മേലത്തെ ആവശ്യമായ ടൈം അതെങ്ങനെ കണ്ടുപിടിക്കുക? ടൈം ഓഫ് അസെന്റ്. നമ്മൾ മേലേക്ക് ത്രോ ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി ഇക്വേഷൻ നമ്മൾ എഴുതി വെച്ചതാണ്. ഏതാ? V is equal to U plus AT ആണ്. ഇവിടെ ഹൈയസ്റ്റ് പോയിന്റ് എത്തുമ്പോൾ വെലോസിറ്റി 0 ആണ്. ഹൈയസ്റ്റ് പോയിന്റ് ഇത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ വെലോസിറ്റി 0. അതിനുശേഷം എന്ത് ചെയ്യുക? ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുന്നത്. U എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി U തന്നെ. A എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ മേലേക്ക് ത്രോ ചെയ്യുന്നത്. മേലേക്ക് ത്രോ ചെയ്യുകയാണെങ്കിൽ -G ആണ്. അപ്പൊ നമുക്ക് എഴുതാം GT കൊടുത്താൽ GT is equal to U or T is equal to U/G. ഇത് ഓൾറെഡി നമ്മൾ ഡിറൈവ് ചെയ്തതാ. അപ്പൊ ടൈം ഓഫ് അസെന്റ് മേലേക്ക് മൂവ് ചെയ്യാൻ ആവശ്യമായ ടൈം T1 എന്ന് വിളിച്ചു. ആ ടൈം U/G ആണ്. U എത്രയാ? 20/G എത്രയാ? 10. അപ്പൊ മേലേക്ക് മൂവ് ചെയ്യാൻ ആവശ്യമായ ടൈം 2 സെക്കൻഡാണ്. ഇനി മേലെ എത്തിക്കഴിഞ്ഞാൽ ഇത് താഴേക്ക് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫ്രീ ഫാൾ ആണല്ലോ. ആ ഫ്രീ ഫാളിന്റെ ടൈം എത്രയാ? ടൈം ഓഫ് ഫ്രീ ഫാൾ ഈസ് ഈക്വൽ നമ്മൾ പഠിച്ചത് √2h/G എന്നാണ്. അപ്പൊ √2 × h എത്ര പറഞ്ഞത്? ഇവിടെ h എന്ന് പറഞ്ഞാൽ ഇത്രയും ഹൈറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. ഗ്രൗണ്ടിലേക്ക് ഫോളോ ചെയ്യുന്ന ഈ ഹൈറ്റ് ഇത് 45 മീറ്റർ അല്ലേ? അപ്പൊ 45/G എത്രയാ? 10. 2 × 45 90. 90/9 √10 that is equal to 3. അപ്പൊ ടോട്ടൽ ടൈം എത്രയാ?
ടോട്ടൽ ടൈം ഈസ് ഈക്വൽ ടു മേലേക്ക് പോകാൻ ആവശ്യമായ ടൈം പ്ലസ് താഴേക്ക് പോകാൻ ആവശ്യമായ ടൈം. മേലേക്കുള്ള ടൈം 2 പ്ലസ് താഴേക്കുള്ള പോകാൻ ആവശ്യമായ ടൈം 3. സോ വി ഗെറ്റ് 5. സോ വി ഗെറ്റ് ആൻസർ ഈസ് 5. ആൻസർ കിട്ടിയ മക്കളെ എത്രയാണ്? 5 സെക്കൻഡ് കൊണ്ട് ഈ സ്റ്റോൺ എവിടെ എത്തും? താഴെ എത്തും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് രണ്ട് ഇക്വേഷൻ യൂസ് ചെയ്തു. ഒന്ന് മാക്സിമം ആയിട്ടുള്ള ഇക്വേഷൻ HC u²/2g. രണ്ടാമത്തത് മേലത്തെ ആവശ്യമായ ടൈം TCu/g. ഫ്രീ ഫാൾ ആണെങ്കിൽ TCL√2h/g. ഓക്കെ, എല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതായിരിക്കും. ഇനി ഇതിൽ ചോദിച്ച രണ്ടാമത്തെ ദിവസം ശ്രദ്ധിച്ചു നോക്കാം. പൊസിഷൻ, നേരത്തെ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് വരച്ചത്. ഇപ്പൊ ഇവിടെ എന്താണ്? പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് ടു ഒബ്ജക്ട് ആൻഡ് ബി ആർ ബിലോ വിച്ച് ബോഡി ഹാവ് ഗ്രേറ്റർ വെലോസിറ്റി. പൊസിഷൻ ടൈം ഗ്രാഫിൽ എങ്ങനെ വെലോസിറ്റി കാണാം? നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്ലോപ്പ് ഓഫ് ദി ഗ്രാഫ് ഗിവ്സ് വെലോസിറ്റി. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ ആണ്. അപ്പൊ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു വെലോസിറ്റി. അപ്പൊ വെലോസിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ എത്രയാ? 60 അല്ലേ? അപ്പൊ ടാൻ 60 വാല്യൂ എത്രയായിരുന്നു? √3 ആണ്. അതേപോലെ വി ബി എന്ന് പറഞ്ഞാൽ ടാൻ എത്ര ആംഗിൾ പറയൂ? ആംഗിൾ 30 ആണ്. ടാൻ 30 വാല്യൂ എത്ര? 1/√3. ഏതാ വെച്ചു? വിച്ച് ബോഡി ഹാവ് ഗ്രേറ്റർ വെലോസിറ്റി? ഏതാ? എ ആണോ ബി ആണോ? എന്റെ വെലോസിറ്റി √3 ആണ്, 1.7. ബിന്റെ വെലോസിറ്റിയോ 1/1.7, 0.5 ആ റേഞ്ചിലേ വരുള്ളൂ. അപ്പൊ ഏതാ വരുത്? എയുടെ വെലോസിറ്റി ആണ്. എ ഇസ് ഫാസ്റ്റ്, എയുടെ വെലോസിറ്റി കൂടുതലുള്ളത്. ഫൈൻഡ് റേഷ്യോ ഓഫ് വെലോസിറ്റി. അപ്പൊ നമുക്ക് VA/VB കാണാലോ. VA/VB = VA എത്രയാ? √3/1/√3. ഈ √3 ഇൻറ്റു /1/√3 മേലെ പോയാൽ ദാറ്റ് ഈസ് √3 ഈക്വൽ എത്ര കിട്ടി? റേഷ്യോ എത്ര കിട്ടിയത്? 3. ഓക്കെ, അപ്പൊ നമുക്ക് റേഷ്യോ കിട്ടി 3. ഇനി അടുത്ത ദിവസം നോക്കിയേ. A car traveling at a speed of 54 km/h brought to rest in 90 seconds. Find distance traveled by the car before coming to rest. അപ്പൊ ഇവിടെ നമുക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്ത് റെസ്റ്റിലായിട്ട് മാറുന്നു. ആ റെസ്റ്റിലായിട്ട് മാറിക്കഴിയുകയാണെങ്കിൽ അതിന് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നാണ്. ഇത് നമുക്ക് ഏത് ഇക്വേഷൻ വേണമെങ്കിൽ യൂസ് ചെയ്ത് കണ്ടെത്താം. പക്ഷെ അതൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ അതിന് എന്ത് വേണം? ആദ്യം ആക്സലറേഷൻ അറിയണം. ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി എന്നിട്ടുണ്ട് 54 km/h ആണ്. km/h പ്രോബ്ലം ചെയ്യേണ്ട, SI സിസ്റ്റത്തിൽ മാറ്റണം. എന്താ? മീറ്റർ/സെക്കൻഡ്. 1 km/h എത്ര മീറ്റർ/സെക്കൻഡാ? 5/18 മീറ്റർ/സെക്കൻഡ്. അപ്പൊ കട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 15 മീറ്റർ/സെക്കൻഡ്. ഓക്കെ, അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി u is equal to 15 മീറ്റർ/സെക്കൻഡ് കിട്ടി. ഇനി എന്താ വന്നിരിക്കുന്നത്? ബ്രോട്ട് ടു റെസ്റ്റ് ടൈം t is equal to 90 സെക്കൻഡ്. ഡിസ്റ്റൻസ് ആണ് കണ്ടത്. അപ്പൊ ആദ്യമായിട്ട് ഇവിടെ റെസ്റ്റിലാണ്. v is equal to 0. ആക്സിലറേഷൻ കാണാം v - u/t. v എത്രയാ? v is equal to 0. u എത്രയാണ്? 15. t is equal to 90. അപ്പൊ നമുക്ക് കിട്ടുന്നത് -1/6 m/s². ദിസ് നെഗറ്റീവ് ഷോസ് ദാറ്റ് ദ മോഷൻ ഈസ് റിട്ടാർഡേഷൻ. അപ്പൊ ബ്രേക്ക് അപ്ലൈ ചെയ്തതാണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആ. ആ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം? നിങ്ങൾ പഠിച്ചത് v² is equal to u² + 2as ഉപയോഗിക്കാം. ഇനി അതല്ലെങ്കിൽ SSUT + ½ AD². as-to-like ഏത് വേണം ഉപയോഗിക്കാം? v0 ആണ്. u² + 2as. ഇവിടെ നമുക്ക് എന്ത്? s ആ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ +2as ആണെങ്കിൽ s is equal to u²/2a. ഇവിടെ -2 എന്നെടുക്കാം. നെഗറ്റീവ് എവിടേതാണ്? u എത്രയാണ്? u ഇവിടെ തന്നിരിക്കുന്നത് u എത്രയാണെന്നത്? 15. അപ്പൊ 15² 15 × 15/2 × a -1/6. ശ്രദ്ധിച്ച 15 ഇത് കട്ട് ചെയ്താൽ 3 വരും. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, ഈ 3 മേലെ പോകും. 15 × 15 225 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 675 മീറ്റർ. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിൽ നോക്കാം. അടുത്ത നോക്കിയേ, റിലേറ്റീവ് വെലോസിറ്റി ഒരു പ്രോബ്ലം ആണ്. ഇപ്പൊ നമ്മൾ ഡിഫറെന്റ് ഏരിയയിലൊക്കെ കടന്നു. ആദ്യമായിട്ട് ഗ്രാഫിന്റെ പറഞ്ഞു, വെലോസിറ്റി ടൈം ഗ്രാഫ്, പൊസിഷൻ ടൈം ഗ്രാഫ്. ഇനി റിലേറ്റീവ് വെലോസിറ്റി. എന്താ റിലേറ്റീവ് വെലോസിറ്റി? റിലേറ്റീവ് വെലോസിറ്റി ആണ് രണ്ട് ബോഡികൾ തമ്മിൽ. റിലേറ്റീവ് വെലോസിറ്റി ഈസ് ദ വെലോസിറ്റി ഓഫ് എ ബോഡി വിത്ത് റെസ്പെക്ട് ടു അനദർ മൂവിംഗ് ബോഡി. അപ്പൊ രണ്ട് ബോഡി മൂവ് ചെയ്യും. നിങ്ങൾ ബസ്സിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് നോക്കിയാൽ നമ്മൾ എന്താ കാണാറുള്ളത്? മരങ്ങളെല്ലാം പിറകോട്ട് പോകുന്നതായിട്ട് കാണാറുണ്ട്. യഥാർത്ഥമായിട്ട് ആ മരങ്ങൾ പിറകോട്ട് പോകുന്നുണ്ടോ? ഇല്ല. നമ്മുടെ മോശം ഫലമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാണ്. ആ വെലോസിറ്റി ആണെന്ത്? റിലേറ്റീവ് വെലോസിറ്റി. അപ്പൊ ഇവിടുത്തെ റിലേറ്റീവ് വെലോസിറ്റി നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അവിടെ നോക്കിക്കോളൂ, 2 ട്രെയിൻ ഉണ്ട്. 2 ട്രെയിൻ ഏതൊക്കെയാണ്? പാരലൽ ട്രാക്കിലൂടെ മൂവ് ചെയ്യുന്നു. പാരലൽ ട്രാക്കിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, 2 parallel rail tracks run north south.
train A moves north with a velocity 15. അപ്പൊ എയുടെ വെലോസിറ്റി എത്രയാണ് 15. അപ്പൊ വെലോസിറ്റി ഓഫ് എ ഈസ് ഈക്വൽ നമുക്ക് എഴുതാം 15 എഴുതാം. അത് എങ്ങോട്ടാ 15 മീറ്റർ പെർ സെക്കൻഡ്. എങ്ങോട്ട് മൂവ്സ് സൗത്ത്, മൂവ്സ് നോർത്ത്, നോർത്തിലേക്കാണ്, ഇത് നോർത്തിലേക്കാണ്, ടുവേർഡ്സ് നോർത്ത്. അതേസമയം ട്രെയിൻ ബിയുടെ വെലോസിറ്റിയോ, ബിയുടെ വെലോസിറ്റി ഇട്ടിരിക്കുന്നത് എത്രയാണ് 25. അതെങ്ങോട്ടാ മൂവ് ചെയ്യുന്നത് 25 മൂവ് ചെയ്യുന്നത് എങ്ങോട്ടാ ടുവേർഡ്സ് സൗത്ത്, സൗത്തിലേക്കാണ് മൂവ് ചെയ്യുന്നത്. എന്നിട്ടോ വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. അപ്പൊ ഇവിടെ ഈ രണ്ട് ബോഡിയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. രണ്ടും സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ വി എ ബി ഇസ് ഈക്വൽ ടു വി എ മൈനസ് വി ബി ആയിരുന്നു. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിലോ വി എ ബി ഇസ് ഈക്വൽ ടു എന്താ പഠിച്ചത് വി എ പ്ലസ് വി ബി. അപ്പൊ ഇവിടെ നോക്കിയേ, ഈ രണ്ട് ട്രെയിനും ഒരേ ഡയറക്ഷനാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് മൂവ് ചെയ്യുന്നത്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യും? വി എ മൈനസ് വി ബി ആണോ വി എ പ്ലസ് വി ബി ആണോ? ഏതാ വി എ പ്ലസ് വി ബി. കാരണം എന്താ, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. അപ്പൊ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ വി എ പ്ലസ് വി ബി. അപ്പൊ വി എ പ്ലസ് വി ബി, വി എ എത്രയാണ്? അപ്പൊ റിലേറ്റീവ് വെലോസിറ്റി വി എ ബി ഇസ് ഈക്വൽ ടു വി എ എത്ര വന്നത് 15 പ്ലസ് വി ബി എത്രയാ 25 ഈക്വൽ ടു 40 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ നമുക്ക് കിട്ടിയത് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറഞ്ഞാൽ വി ബി എ ആണെങ്കിലും എത്ര തന്നെയാണ് 25 പ്ലസ് 15 ദാറ്റ് ഈസ് ഈക്വൽ ടു 40 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമായിട്ട് എന്ത് കിട്ടി? വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ വി ബി എ ഇസ് ഈക്വൽ ടു 40 മീറ്റർ പെർ സെക്കൻഡ്. ഇനി അടുത്ത സെഷൻ നമ്മൾ നോക്കാം. രണ്ടാമത് വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ബി. ആക്ച്വലായിട്ട് ഈ ഗ്രൗണ്ട് മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. പിന്നെയോ ഈ ബോഡി ബി മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യാണ് എന്ത്, ഇവിടെ മൂവ് ചെയ്യുന്ന പോലെ. അതായത് നേരത്തെ പറഞ്ഞു, നിങ്ങൾ ബസ്സിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ബസ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് ട്രീ പിറകോട്ട് മൂവ് ചെയ്യുന്നതായിട്ടാ. യഥാർത്ഥമായി ട്രീ പിറകോട്ട് മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മുടെ മോശയുടെ ഫലമായിട്ട് ആ ട്രീ പിറകോട്ട് മൂവ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പൊ നമുക്ക് നോക്കാം, എന്നും ചെയ്ത് നോക്കാം. വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ബി വി ജി ബി. അപ്പൊ എങ്ങനെ എഴുതാം? വി ജി മൈനസ് വി ബി ദാറ്റ് ഈസ് ഈക്വൽ ടു വി ജി എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഗ്രൗണ്ടിന്റെ വെലോസിറ്റി 0 ആണ്. വി ബി എത്രയാണത്? വി ബി ഈസ് ഈക്വൽ ടു തന്നിട്ടുണ്ട്, വി ബി എത്രയാ 25 ആണ്. അപ്പൊ എന്താ എഴുതാൻ നമുക്ക്? 0 മൈനസ് 25 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 25 മീറ്റർ പെർ സെക്കൻഡ്. എന്തുകൊണ്ട് ഈ മൈനസ് കാണിച്ചത്? ദിസ് നെഗറ്റീവ് ഷോസ് ദാറ്റ് ദ ഗ്രൗണ്ട് ഈസ് മൂവിംഗ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദി മോഷൻ ഓഫ് ബി. അല്ലെ, നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫീൽ ചെയ്യാറില്ല എന്താ? ആ മരങ്ങളെല്ലാം പിറകോട്ട് നിങ്ങൾ മൂവ് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ മൂവ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു. അതാണ് ഒരു നെഗറ്റീവ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അതിന്റെ മൂന്നാമത്തെ പാർട്ടിലേക്ക് പോവാം. എന്താ? വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദി മങ്കി? എവിടെയാ മങ്കി ഉള്ളത്? മങ്കിയുടെ വെലോസിറ്റി എവിടെ? റണ്ണിങ് ഓൺ ദ റൂഫ് ഓഫ് ദി ട്രെയിൻ എ. ട്രെയിൻ എയുടെ റൂഫിന്റെ മേലെ കൂടെ മൂവ് ചെയ്യുന്നു. എഗെയിൻസ്റ്റ് ഇറ്റ്സ് മോഷൻ. ട്രെയിൻ എ നോർത്തിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ മങ്കിയോ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു വിത്ത് എ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ്. 5 മീറ്റർ പെർ സെക്കൻഡിലാണ്. എന്നിട്ടോ ആസ് ഒബ്സർവ് ബൈ എ മാൻ സ്റ്റാൻഡിങ് ഓൺ ദി ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് എത്ര വെലോസിറ്റി ആണ് ഫീൽ ചെയ്യാൻ അറിയേണ്ടത്? അപ്പൊ ട്രെയിൻ എയുടെ, ഇത് ട്രെയിൻ എ ആണ്. ഈ ട്രെയിൻ എ മൂവ് ചെയ്യുന്നത് 15 മീറ്റർ പെർ സെക്കൻഡ് നോർത്തിലേക്കാണ്. ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് നമ്മുടെ മങ്കി മൂവ് ചെയ്യുന്നത്. ഈ മങ്കി മൂവ് എത്രയാണ്? 5 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലാണ്. അപ്പൊ ഒരാൾ ഇവിടുന്ന് ഒബ്സർവർ പുറത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒബ്സർവർക്ക് ഫീൽ ചെയ്യും. ഒബ്സർവർ ഇങ്ങനെ നോക്കിക്കുക. അപ്പൊ ഈ ഒബ്സർവർ അന്തം വിട്ടിരിക്കുകയാണെങ്കിൽ ഇവ നോക്കുമ്പോൾ ഈ വെലോസിറ്റി എത്രയാണ്? ഈ മങ്കിയുടെ വെലോസിറ്റി. അപ്പൊ ശരിക്കും ട്രെയിൻ എങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്? ട്രെയിൻ എന്ത് മൂവ് ചെയ്യുന്നു? മുന്നോട്ട് മൂവ് ചെയ്യുന്നു, അതായത് നോർത്തിലേക്ക് മൂവ് ചെയ്യുന്നു. മങ്കിയോ അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ശ്രദ്ധിച്ച്, ട്രെയിൻ മുന്നോട്ട് പോകുമ്പോൾ ഈ ട്രെയിനിന്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? മങ്കിയും മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് വെലോസിറ്റി ഓഫ് എ മങ്കി ആസ് ഒബ്സർവ്ഡ് ബൈ എ മാൻ ഓൺ ദി ഗ്രൗണ്ട്. ഈ മാൻ എവിടെയാണുള്ളത്? ഗ്രൗണ്ടിലാണുള്ളത്. അപ്പൊ വെലോസിറ്റി ഓഫ് മങ്കി ഒബ്സർവ്ഡ് ബൈ എൻ ഒബ്സർവർ Vm, that is equal to Vm minus Vo. അപ്പൊ ഇവിടെ Vm എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് മങ്കി ആണ്. അപ്പൊ ഈ മങ്കിയുടെ വെലോസിറ്റി ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഈ ട്രെയിനിന്റെ വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ? ട്രെയിനിന്റെ മേലെയാണ് ആരുള്ളത്? മങ്കി ഉള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മങ്കിയുടെ വെലോസിറ്റി എത്ര ഉണ്ടാവുക? ഇവിടെ നോക്കിക്കോളൂ. ട്രെയിൻ മൂവ് ചെയ്യുന്ന എങ്ങോട്ടാണ്? മങ്കിയുടെ വെലോസിറ്റി 5 മൈനസ് വെലോസിറ്റി ഓഫ് ദി ട്രെയിൻ എ ദാറ്റ് ഈസ് ഈക്വൽ ടു -10. അതായത് മൈനസ് കാണിക്കും. മങ്കി മൂവ് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഈ മങ്കി മൂവ് ചെയ്യുന്നതായിട്ടാണ് പുറത്തുള്ളാക്കി ഫീൽ ചെയ്യുക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു. റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന സമയത്ത് ഒരു മങ്കിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുന്നു? ഈ ഒരു കമ്പാർട്ട്മെന്റിലാണുള്ളത്, നിങ്ങൾ ഫ്രണ്ട് കമ്പാർട്ട്മെന്റിലാണുള്ളത്. ആ ട്രെയിൻ മുന്നോട്ട് പോകുന്നു, നിങ്ങൾ ആ കമ്പാർട്ട്മെന്റിലൂടെ അകത്തുകൂടെ എന്ത് ചെയ്യുന്നു? പിറകോട്ട് ഓടുന്നു. അപ്പൊ പിറകോട്ട് ഓടിക്കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഒരാൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പൊസിഷൻ, നിങ്ങളുടെ ഡിസ്പ്ലേസ്മെന്റ് ഏത് ഡയറക്ഷനിലായിരിക്കും? ആ ട്രെയിൻ മൂവ് ചെയ്യുന്ന അതേ ഡയറക്ഷനിലല്ലേ? അതുകൊണ്ട് അവിടെ നെഗറ്റീവ് കാണിച്ചത് നിങ്ങൾ മൂവ് ചെയ്യുന്ന ഡയറക്ഷനിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ നമുക്ക് 30 -10 മീറ്റർ പെർ സെക്കൻഡ്.
ഓക്കെ, ഇനി ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ 10 വർഷത്തിൽ 6 തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് യൂണിഫോം ആക്സിലറേഷൻ തന്നിട്ടുണ്ട്. ഡിറൈവ് യൂസിംഗ് ദി ഗ്രാഫ് ഡിറൈവ് റിലേഷൻ x = v0t + ½ at². ഇത് ഡിറൈവ് ചെയ്യാനാണ്. ഇത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 6 തവണ ചോദിച്ചു ക്വസ്റ്റ്യൻ, അത്ര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചോ, നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നത്, വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ആണ്, എക്സ് ആണ് ഡിസ്പ്ലേസ്മെന്റ് ആണല്ലോ, ആ ഡിസ്പ്ലേസ്മെന്റ് നമുക്കറിയാം ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് യൂസ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഇവിടെ നമുക്ക് ഇതിന്റെ ഏരിയ കാണാം. അപ്പൊ ഏരിയ എങ്ങനെ കാണാം? ഒന്ന് റെക്ടാംഗിളിന്റെ ഏരിയ ഉണ്ട്, അതേപോലെ രണ്ടാമത്തെ ട്രയാംഗിളിന്റെ ഏരിയ ഉണ്ട്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ഏരിയ അണ്ടർ ദി ഗ്രാഫ്. അപ്പൊ ഈ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഏരിയ ഓഫ് റെക്ടാംഗിൾ പ്ലസ് ഏരിയ ഓഫ് ട്രയാംഗിൾ. അപ്പൊ ഈ റെക്ടാംഗിൾ ഏരിയ എങ്ങനെ കാണുക? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഏരിയ ഓഫ് എ റെക്ടാംഗിൾ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത്. ഏതാ ഇവിടുത്തെ ലെങ്ത്? ലെങ്ത് പറഞ്ഞാൽ OD, അതേപോലെ ബ്രെഡ്ത്ത് OA. അപ്പൊ നമുക്ക് എഴുതാം OA OD പ്ലസ് ട്രയാംഗിൾ ഏരിയ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് എത്രയാ? AC ഇൻറ്റു ഹൈറ്റ് എത്രയാ? BC. ഇത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. OA ആരാ? OA എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിട്ടുണ്ട് ആരാ? OA V0 ഇൻറ്റു OD. ആരാ OD? T പ്ലസ് ഹാഫ് ഇൻറ്റു AC ആരാ? ഓക്കെ, AC എന്ന് പറഞ്ഞാൽ T തന്നെയാണ്. അതേപോലെ BCO അവിടെ തന്നിട്ടുണ്ട് V മൈനസ് V0. V മൈനസ് V0 എത്ര നമ്മൾ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് V = V0 + AT അല്ലെങ്കിൽ U + AT എന്ന് പഠിച്ചിട്ടുണ്ടാവും. ഇവിടുന്ന് V മൈനസ് V0 നമുക്ക് കണ്ടുപിടിക്കാം. എന്താണ്? AT. ഈ വാല്യൂ ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? X = V0t പ്ലസ് ഹാഫ് T ഇൻറ്റു V മൈനസ് V0 AT ആണല്ലോ. അപ്പൊ നമുക്ക് എഴുതാം V0t പ്ലസ് ഹാഫ് AT². കിട്ടിയല്ലോ മക്കളെ? നോക്കിയേ, V0t പ്ലസ് ഹാഫ് AT², V0t പ്ലസ് ഹാഫ് AT². കിട്ടിയല്ലോ ആൻസർ? ഓക്കെ, ഇനി ഒന്നുകൂടി ഉണ്ട്, V² = V0² + 2x. 5 മാർക്കാണ് ചോദിച്ചത്. അപ്പൊ ഇത് ഒന്നാമത്തെ ഏരിയ 3 മാർക്ക് ഉണ്ട്, രണ്ടാമത്തെ 2 മാർക്ക്. അതായത് V² = V0² + 2x. അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം? അതിന് ഡിഫറെന്റ് ഫോർമുല ഉണ്ട്. അപ്പൊ നമുക്കറിയാം ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്താ പഠിച്ചത്? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം, ഓർ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം. ഇവിടെ ശ്രദ്ധിക്കണോ, ആവറേജ് വെലോസിറ്റി ഇത് യൂണിഫോം ആക്സിലറേഷൻ ആണല്ലോ. യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ എന്താ നിങ്ങൾ പഠിച്ചത്? യൂണിഫോം ആക്സിലറേഷനിൽ change in velocities are equal in equal interval of time. Equal interval equal change ആണ്, velocity change equal ആണ്. അപ്പൊ അതായത് ടൈം ഇന്റർവൽ ഈക്വൽ ആണ്. ടൈം ഇന്റർവൽ ഈക്വൽ ആണെങ്കിൽ വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു V1 + V2/2. അപ്പൊ ഇവിടുത്തെ വെലോസിറ്റി ആരാണ്? U ന്ന് V യിലേക്കാണ് ചേഞ്ച് ചെയ്തത്. V1 സ്ഥാനത്ത് ആരാളുള്ളത്? U ആണ്. V2 സ്ഥാനത്തുള്ള ആരാണ്? V ആണ്. അപ്പൊ നമുക്ക് എഴുതാം ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു V + U/2 ആവറേജ് വെലോസിറ്റി ഇൻടു ടൈം. ടൈം എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം V = U + AT. ഇവിടുന്ന് ടൈം കണ്ടുപിടിക്കാം. U കൊടുത്താൽ V - U/A = T. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. T ന്റെ സ്ഥാനത്ത് V - U/A. ഇവിടെ നോക്കിയേ, ന്യൂമറേറ്റർ V + U × V - U, A + B × A - B. അതെന്താ? A² - B² 2A. അപ്പൊ ഇത് ഈ 2 കൊടുത്താൽ 2AS = V² - U². ഈ U² കൊടുത്താൽ U² + 2AS = V². ഇതല്ലേ ഡിറൈവ് ചെയ്യേണ്ടത്. ഇവിടെ U ന്റെ സ്ഥാനത്ത് നമ്മുടെ പ്രോബ്ലത്തിലുള്ള എന്താണ്? V0 ആണ്. അപ്പൊ U ന്റെ സ്ഥാനത്ത് വേണമെങ്കിൽ V0 കൊടുക്കാം. അപ്പൊ V0² + 2AS, S ന്റെ സ്ഥാനത്ത് X ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പൊ നമ്മുടെ എക്സാമിന് പ്രീവിയസ് ഇയർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് പാർട്ടിലാണ് കടന്നു പോകുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒക്കെ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇത് നിങ്ങൾ വീണ്ടും വീണ്ടും സ്വന്തമായിട്ട് ചെയ്തു നോക്കണം. തിയറി പഠിച്ചതിന് ശേഷം ഇതൊക്കെ ചെയ്താൽ ഫുൾ മാർക്ക് ഷുവർ ആണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. 4ാമത്തെ ചാപ്റ്റർ, മോഷൻ ഇൻ എ പ്ലെയിൻ. മോഷൻ ഇൻ എ പ്ലെയിൻ നിങ്ങൾ എന്തെല്ലാം പഠിക്കുന്നുണ്ട്? ആദ്യമായിട്ട് വെക്ടേഴ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെക്ടേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞാൽ വെക്ടർ അഡിഷൻ. ഏതാ വെക്ടർ അഡിഷൻ? ട്രയാംഗിൾ ഓഫ് വെക്ടർ അഡിഷൻ ഉണ്ട്, പാരലലോഗ്രാം ഓഫ് വെക്ടർ അഡിഷൻ ഉണ്ട്, ഇല്ലേ? അതേപോലെ ട്രയാംഗിൾ ആണെങ്കിലും പാരലലോഗ്രാം ആണെങ്കിലും ഈ റിസൾട്ടിന് കാണാൻ ഇക്വേഷൻ പഠിച്ചത് R = √(t² + q² + 2pq cos θ.
അത് അഡിഷൻ കഴിഞ്ഞാൽ വെക്ടർ സബ്ട്രാക്ഷൻ പഠിച്ചു, അത് കഴിഞ്ഞ ശേഷം റെസൊല്യൂഷൻ പഠിച്ചു. ഏത് വെക്ടർ ഉണ്ടെങ്കിലും എല്ലാ വെക്ടറും നമുക്ക് രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം, ഒരു കോസ് കോമ്പണന്റും ഒരു സൈൻ കോമ്പണന്റും. അതിനുശേഷമാണ് നമ്മൾ പഠിക്കുന്നത് മോഷൻ എപ്ലൈൻ. അതിനൊരു എക്സാമ്പിൾ ആണ് പ്രൊജക്ടൈൽ മോഷൻ. എന്താ പ്രൊജക്ടൈൽ മോഷൻ? പ്രൊജക്ടൈൽ മോഷൻ എന്നാൽ ഇറ്റ് ഈസ് എ മോഷൻ ഇൻ വിച്ച് a body given to an initial force, after that it moves under the influence of gravitational force. നോക്കിയേ, ഈ എക്സാമ്പിളിലേക്ക് നോക്കിയേ. ഇവിടെ പ്രൊജക്ട് ചെയ്താൽ ഇവിടെ പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ വെലോസിറ്റി സപ്ലൈ ചെയ്യുന്നത്, ഫോഴ്സ് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് കഴിഞ്ഞ് വിട്ടതിന് ശേഷം ഇതേതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഫക്റ്റ് കൊണ്ടാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ത്രോ ചെയ്യുമ്പോൾ മാത്രം നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത്, പിന്നെ ഫോഴ്സ് കൊടുക്കുന്നില്ല. അപ്പൊ കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിന് മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏത് മാത്രമാണ്? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് മാത്രമാണ്. അത് ഏത് ഡയറക്ഷനിലാണ്? ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്. അപ്പൊ ഇവിടെ നോക്കിയേ, ആഫ്റ്റർ പ്രൊജക്ഷൻ there is no horizontal force is acting on the object, so the horizontal motion is a uniform motion. horizontal motion എന്താണ്? യൂണിഫോം മോഷൻ ആണ് horizontal motion. എന്തുകൊണ്ടാ? പ്രൊജക്ട് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുന്നില്ല? വേറെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ നിങ്ങൾ കൊടുത്ത് v0 ആണ് പ്രൊജക്ട് ചെയ്യുന്നതെങ്കിൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി v0 cos theta remains constant ആണ്. അതായത് vx is equal to v0 cos theta. ഇനി വെർട്ടിക്കൽ മോഷൻ ആണെങ്കിൽ അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ എഫക്റ്റ് കൊണ്ടാണെങ്കിൽ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അവിടുത്തെ ആക്സലേഷൻ, ആ ആക്സലേഷൻ എല്ലാ സമയത്തും കോൺസ്റ്റന്റ് അല്ലേ? അത് 9.8 ആണ്. അതായത് യൂണിഫോം ആക്സിലറേഷൻ ആണ്. അപ്പൊ യൂണിഫോം ആക്സിലറേഷൻ ആണ് വെർട്ടിക്കൽ മോഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ വെലോസിറ്റി vy is equal to u എന്ന് പറഞ്ഞാൽ v0 sin theta മൈനസ് gt. എന്താ ഞാൻ മൈനസ് എടുക്കാൻ കാരണം? ഇത് മേലേക്ക് ത്രോ ചെയ്താൽ സ്പീഡ് കുറഞ്ഞു വരികയല്ലേ ചെയ്യുന്നത്. അപ്പൊ മൈനസ് gt ആണ്. അപ്പൊ നമ്മൾ ഇക്വേഷൻ നമുക്കൊന്ന് വരാം, നമുക്ക് എന്താ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ മാക്സിമം ഹൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്. അപ്പൊ എന്താണ് മാക്സിമം ഹൈറ്റ്? മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് മാക്സിമം ഹൈറ്റ്. അപ്പൊ ഈ മാക്സിമം ഹൈറ്റ് കാണുന്ന ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് കാണേണ്ടത്. ഇങ്ങനെ ഹൈയസ്റ്റ് പോലെത്തുന്ന സമയത്ത് വെലോസിറ്റിയും ആക്സലറേഷനും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ നമുക്ക് കാണുന്നത് മാക്സിമം ഹൈറ്റിൽ എത്തുന്ന സമയത്ത് വെർട്ടിക്കൽ കോമ്പണന്റ് ഓഫ് വെലോസിറ്റി vy is equal to 0, still it having a horizontal component of velocity. ഹൈയസ്റ്റ് പോയിന്റില് ടോട്ടൽ വെലോസിറ്റി 0 അല്ല, പ്രൊജക്ടൈൽ മോഷനില് വെർട്ടിക്കൽ കോമ്പണന്റ് ഓഫ് വെലോസിറ്റി ആണ് 0. ആ സമയത്ത് എന്തുണ്ട്? ഒരു ഹൊറിസോണ്ടൽ വെലോസിറ്റി ഉണ്ട്. അപ്പൊ ശ്രദ്ധിച്ച്, ഈ മാക്സിമം ഹൈറ്റിൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്യണമെങ്കിൽ വെർട്ടിക്കൽ മോഷൻ കൺസിഡർ ചെയ്യുന്നു. നമുക്കറിയാം vy square is equal to v square is equal to u square plus 2as. ശ്രദ്ധിച്ചോ, vy എത്രയാണ്? 0 square equal to uy എത്ര? ഇനീഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി v0 sin theta ആണ്, സ്ക്വയർ u v0 square sin square theta പ്ലസ് 2 into a മേലക്കുള്ള ആക്സിലറേഷൻ മൈനസ് g ആണ്, പിന്നെയോ sy എന്ന ഡിസ്പ്ലേസ്മെന്റ് h ആണ്. അപ്പൊ മൈനസ് 2gh കൊടുത്താൽ 2gh is equal to v0 square sin square theta. നമുക്ക് കാണേണ്ട എന്താ? h ആണ്. h is equal to v0 square sin square theta by 2g. This is the expression for maximum height. അപ്പൊ മാക്സിമം ഹൈറ്റിലെ ഇക്വേഷൻ കിട്ടിയല്ലോ. എന്താ മാക്സിമം ഹൈറ്റിലെ ഇക്വേഷൻ? h is equal to v0 square sin square theta by 2g. ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടി ഉണ്ട്. അടുത്തേതാ? ഹൊറിസോണ്ടൽ റേഞ്ച്. എന്താണ് ഈ ഹൊറിസോണ്ടൽ റേഞ്ച്? ഹൊറിസോണ്ടൽ റേഞ്ച് ആണ്. ശ്രദ്ധിച്ചോ, ഇതൊരു പ്രൊജക്ടൈൽ ഇങ്ങനെ പ്രൊജക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഹൊറിസോണ്ടൽ റേഞ്ച്. ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം എന്നാണ്. എന്താ ഇവിടെ വെലോസിറ്റി ഹാഫ് എ ഡിസ്ക് എടുക്കാത്തത്? ഇവിടെ ആക്സലേഷൻ 0 ആണ്, ഇവിടെ യൂണിഫോം മോഷൻ ആണ്. യൂണിഫോം മോഷൻ ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് sx ദാറ്റ് ഈസ് ഈക്വൽ ടു r equal to vx. എന്താ vx? വെലോസിറ്റി along x ഡയറക്ഷൻ. അതെത്രയാണ് നമ്മൾ എഴുതി വെച്ചത്? v0 cos theta ആണ്. v0 cos theta into ടൈം. ഇവിടെ നിന്ന് ഇവിടെ എത്താൻ ആവശ്യമായ ടൈം എന്ന് പറഞ്ഞാൽ, ഈ ടൈം എന്ന് പറഞ്ഞാൽ ഏത് ടൈമാണ്? ഈ പ്രൊജക്ടൈൽ ഇവിടെ ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. അത് നമ്മൾ പഠിച്ചതാണ്. ടൈം ഓഫ് ഫ്ലൈറ്റ് ഈസ് ഈക്വൽ ടു 2v0 sin theta by g. ഇത്രയും സമയം കൊണ്ടാണ് ഈ ബോഡി ഇവിടെ എത്തുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം 2v0 sin theta by g. ഇവിടെ നോക്കണം, v0 into v0 square, ബാക്കി എന്താ? 2 sin theta cos theta by g. ഇവിടെ 2 sin theta cos theta എന്താ?
2 sin theta cos theta sin 2 theta ആണ്. അപ്പൊ നമുക്ക് എഴുതാം v0 square sin 2 theta by g. This is the horizontal range of a projectile. ഈ റേഞ്ച് മാക്സിമം എപ്പോഴാ? തീറ്റ 45 ആവുന്ന സമയത്താണ് റേഞ്ച് മാക്സിമം ആവുന്നത്. അപ്പൊ തീറ്റ 45 ആണെങ്കിൽ r max is equal നമുക്ക് എഴുതാം എന്താ v0 square by g. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ പ്രോബ്ലത്തില് ഇത് ഡിറൈവ് ചെയ്യാൻ വരെ പറഞ്ഞു ചോദിച്ചിട്ടുള്ളൂ v0 square sin 2 theta by g. ക്ലിയർ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്ക്. A javelin projected an angle 30 degree with the initial velocity 5 from the ground. What are its velocity and acceleration at the highest point? അപ്പൊ ഇത് പ്രൊജക്ട് നിങ്ങൾ ജാവലിൻ ആണെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റിയെ പ്രൊജക്ട് ചെയ്യുന്നുള്ളൂ. ഇനീഷ്യൽ വെലോസിറ്റി പ്രൊജക്ടൈൽ മോഷൻ ആണ്. പ്രൊജക്ടൈൽ മോഷൻ ആണെങ്കിൽ ഇത് പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൈയസ്റ്റ് പോയിന്റ് ഇതിന്റെ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അത് a is equal to g. അപ്പൊ ആക്സലേഷൻ നമുക്ക് കിട്ടി a is equal to g എന്ന് കിട്ടി. ഇനി എന്താ കണ്ടത്? വെലോസിറ്റി. ഇവിടെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഏത് വെലോസിറ്റിയാ? വെർട്ടിക്കൽ കോമ്പണന്റ് ഓഫ് വെലോസിറ്റി 0 എന്ന് പറഞ്ഞു. പിന്നെ ഏത് കോമ്പണന്റ് മാത്രമേ ഉള്ളൂ? ഹൊറിസോണ്ടൽ കോമ്പണന്റ് മാത്രമേ ഉള്ളൂ. അത് ഈ ഡയറക്ഷനിലാണ്. അത് എത്രയാണ്? v0 cos theta. That is equal to horizontal component v0 എത്രയാ? v0 5 into cos theta എത്രയാ? 30. cos 30 എത്രയാ? 5 into cos 30 എത്രയാണോ? cos 30 root 3 by 2. That is equal to 5 root 3 by 2. ഇനി വേണമെങ്കിൽ കറക്റ്റ് വാല്യൂ എഴുതുകയും ചെയ്യാം. 2.5 into root 3 1.7 ആണ്. അപ്പൊ നമുക്ക് 4.25 റേഞ്ച് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് വെലോസിറ്റിയും ആക്സലേഷനും ഓഫ് ദി ജാവലിൻ അറ്റ് ദി ഹൈയസ്റ്റ് പോയിന്റ്. നെക്സ്റ്റ് ഇത് നമ്മൾ പഠിക്കുന്ന സർക്കുലർ മോഷൻ ആണ്. എന്താ സർക്കുലർ മോഷൻ? മോഷൻ ഓഫ് എ ബോഡി അലോങ് ദി സർക്കുലർ പാത്ത്. അപ്പൊ ഒരു സർക്കുലർ പാത്തിൽ ബോഡി മൂവ് ചെയ്യുകയാണെങ്കിൽ അതാണ് സർക്കുലർ മോഷൻ. ഈ ബോഡി സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് ബോഡി എ എന്ന് ബിയിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, ഈ സെൻട്രൽ ആംഗിൾ ഉണ്ടാക്കും. ഇതിന്റെ പേരാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ഈ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ആംഗുലാർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഇവിടെ ആംഗുലാർ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ അത് യൂണിഫോം സർക്കുലർ മോഷൻ ആണ്. അപ്പൊ യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ ഒമേഗ കോൺസ്റ്റന്റ് ആണ്. പിന്നെയോ കൈനറ്റിക് എനർജി കോൺസ്റ്റന്റ് ആണ്, സ്പീഡ് കോൺസ്റ്റന്റ് ആണ്, വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും കോൺസ്റ്റന്റ് ആണ്. പക്ഷെ വെലോസിറ്റി ഡയറക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ചോദിച്ചത് സെൻട്രിപെറ്റൽ ആക്സിലറേഷനുള്ള ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ്. അപ്പൊ നമ്മുടെ ഈ ബോഡി ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇവിടുത്തെ വെലോസിറ്റി ഞാൻ എയിലെ വെലോസിറ്റി v1 എന്ന് എടുത്തു, ബിയിലെ വെലോസിറ്റി v2 എന്ന് എടുത്തു. ഇത് യൂണിഫോം സർക്കുലർ മോഷൻ ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി സെയിം ആണല്ലോ. അപ്പൊ നമുക്ക് എഴുതാം v1 is equal to v2 is equal to v എന്ന് എഴുതാം. അപ്പൊ ഇവിടെ റേഡിയസ് r ആണ്, സെന്റർ o ആണ്. ഇനി ശ്രദ്ധിച്ചേ, നമുക്ക് ഈ v1 ഉം v2 ഉപയോഗിച്ച് എന്ത് ചെയ്യാം? ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാം. ഇത് v1 ആണ്, അതേപോലെ ഇത് v2 ആണ്. ഈ v1 ഉം v2 രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണല്ലോ. അപ്പൊ ഇത് ഡെൽറ്റ വി ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇത് നമ്മളെ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇതിന്റെ പെർപെൻഡിക്കുലർ ആണ് v1, ഈ ലൈനിന്റെ പെർപെൻഡിക്കുലർ ആണ് v2. അപ്പൊ രണ്ട് ലൈൻ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ പെർപെൻഡിക്കുലർസ് ഉണ്ടാക്കുന്ന ആംഗിളും എന്ത് തന്നെയാണ്? തീറ്റ. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിൾസ് ആണെങ്കിൽ റേഷ്യോ ഓഫ് അഡ്ജസന്റ് സൈഡ്സ് ആർ ഈക്വൽ. അപ്പൊ ഇവിടെ നോക്കിയേ, ഡെൽറ്റ വി അതിന്റെ കറസ്പോണ്ടിങ് സൈഡ് ഏതാ? ഡെൽറ്റ വിന്റെ കറസ്പോണ്ടിങ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് വരയ്ക്കാം ഈ ഡെൽറ്റ ആർ എന്ന് എടുക്കാം. അതായത് ഈ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ ആർ, ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ ആർ ബൈ ഇവിടുത്തെ വെലോസിറ്റി v1 എടുക്കാം, അല്ല v2 എടുക്കാം. രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് v ആണല്ലോ, v ബൈ ഇവിടുത്തെ എത്രയാ? r. അപ്പൊ നമുക്ക് ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു v ഡെൽറ്റ ആർ ബൈ ആർ. നമുക്ക് എന്താ കാണേണ്ടത്? ആക്സിലറേഷൻ. എന്താ ആക്സിലറേഷൻ ഇക്വേഷൻ? ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ വിന്റെ വാല്യൂ കൊടുക്ക്. ഡെൽറ്റ വി എന്താ? v ഡെൽറ്റ ആർ ബൈ ആർ ബൈ ഡെൽറ്റ ടി. വാട്ട് ഈസ് ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി? ഡെൽറ്റ ആർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് ആണ്, ഡെൽറ്റ ടി ടൈം ആണ്. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഇസ് ഈക്വൽ ടു വെലോസിറ്റി. അപ്പൊ ഇത് വെലോസിറ്റി ആണെങ്കിൽ v ഇൻറ്റു v ബൈ ആർ, ദാറ്റ് ഈസ് ഈക്വൽ ടു v സ്ക്വയർ ബൈ ആർ. ഇത്രയും എഴുതിയാൽ 3 മാർക്ക്. വളരെ ഈസിയാ 3 മാർക്ക് വാങ്ങാൻ. ശ്രദ്ധിച്ചു നോക്ക്, ജസ്റ്റ് ഒരു ഫിഗർ വരയ്ക്കുക. ഫിഗർ വരച്ചിട്ട് രണ്ടിനെയും എ എന്ന് ബിയിലേക്ക് മൂവ് ചെയ്യുന്നതായി എടുക്കുക. എന്നിട്ട് ഇത് രണ്ട് റേഡിയസ് r ആണ്, ഇവിടുത്തെ ആംഗിൾ തീറ്റയാണ്. ഇവിടെ ടാൻജന്റ് വരയ്ക്കുക, അതായത് വെലോസിറ്റി v1 കണ്ടുപിടിക്കാം, ഇവിടെ വെലോസിറ്റി v2 കണ്ടുപിടിക്കുക. രണ്ടിന്റെയും അത് ഉപയോഗിച്ചും ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാം. ജസ്റ്റ് രണ്ടും സിമിലർ ട്രയാങ്കിൾ ആയതുകൊണ്ട് അഡ്ജസന്റ് സൈഡ്സ് നമ്മൾ റേഷ്യോ എടുത്താൽ എന്നിട്ട് ആക്സിലറേഷൻ കണ്ടാൽ ആൻസർ ആയി. വളരെ എളുപ്പത്തിൽ നമുക്ക് 3 മാർക്ക് വാങ്ങാൻ പറ്റും. ഓക്കെ, ഇനി ഇതിൽ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചു, 2 vectors can be given below. Redraw the figure, show the vector sum using parallelogram method. Redraw the figure and show vector sum.
അപ്പൊ ഇതിന് പാലോഗ്രാം മെത്തേഡ് ആണ്. അപ്പൊ നമുക്ക് പാലോഗ്രാം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇത് എ ആണെങ്കിൽ അതേപോലെ ഒരു എ ഇവിടെ നമുക്ക് വരയ്ക്കാം. ഇതിന്റെ വാല്യൂ എന്ത് തന്നെ ആയിരിക്കും? എ തന്നെ ആയിരിക്കും. ഇത് ബി ആണെങ്കിൽ ഇവിടെ നമുക്ക് അതേപോലെ ബി വരയ്ക്കാം. ഇതിന്റെ വാല്യൂ എന്ത് തന്നെയാണ്? ബി ആണ്. നമ്മളുടെ ആംഗിൾ എത്രയാ? തീറ്റയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ റിസൾട്ടന്റ് കാണണം. റിസൾട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? റിസൾട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് റിസൾട്ട് നോക്കിക്കോളൂ. ഇതാണ് ഇതിന്റെ റിസൾട്ട്. ഈ റിസൾട്ടന്റ് 6 കണ്ടുപിടിക്കണം. ഇത് 6 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിനെ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്ത് വരച്ചു. അപ്പൊ നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടി. ഒ പി ക്യൂ ഉണ്ട്. എസ് നമ്മൾ കൊടുത്തു, ടി കൊടുത്തു. നോക്കിയേ, ഒ എസ് ടി എന്നുള്ള ട്രയാംഗിൾ എടുക്കുകയാണെങ്കിൽ ഒ എസ് ടി എന്നുള്ള ട്രയാംഗിൾ ഇതാണ് ഒ എസ് ടി. ഇവിടെ നോക്കിയേ, ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിളും തീറ്റയാണ്. അപ്പൊ ഇവിടെ നമുക്ക് എഴുതാം ഒ ടി സ്ക്വയർ, പൈതഗോറസ് പ്രിൻസിപ്പിൾ, ഒ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ ഒ എസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ എസ് ടി സ്ക്വയർ. അപ്പൊ ഒ ടി എന്ന് പറഞ്ഞാൽ എന്താ? ഈ 6 ആണ്. ഒ ടിയുടെ വാല്യൂ കിട്ടി. ഒ എസ് എന്താ? ഒ എസ് എന്നാ ഈ ഒ എസ്, ഇതല്ലേ ഒ എസ്. ഇതിനാണെങ്കിൽ നമുക്ക് ഇവിടെ വരെ എ ആണ് പ്ലസ് പി എസ്. ഈ പി എസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ട്രയാംഗിൾ എടുത്ത് നോക്ക്. രണ്ടാമത്തെ ട്രയാംഗിൾ എടുക്കുകയാണെങ്കിൽ ഇത് ബി ആണ്, ഈ ആംഗിൾ തീറ്റയാണ്. ഇവിടെ പി എസ് ടി. ഇവിടുന്ന് കോസ് തീറ്റ കണ്ടാൽ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ് പി എസ് ബൈ ഹൈപ്പോട്ടനീസ് ബി, ഓർ പി എസ് ഈസ് ഈക്വൽ ടു ബി കോസ് തീറ്റ എന്ന് കിട്ടി. അതുപോലെ സൈൻ തീറ്റ എന്താ കിട്ടുക? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എസ് ടി ബൈ ഹൈപ്പോട്ടനീസ് ബി, ഓർ എസ് ടി ഈസ് ഈക്വൽ ടു ബി സൈൻ തീറ്റ എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഫസ്റ്റ് ഒ എസ് എന്താന്ന് പറഞ്ഞത്? ഒ എസ് ഇസ് ഈക്വൽ ടു ഒ പി പ്ലസ് പി എസ്. ഒ പി എത്രയാ? എ ആണ്. പി എസ് എത്രയാ? അവിടെ കിട്ടിയിട്ടുണ്ട് പി എസ് ബി കോസ് തീറ്റ. ഓക്കെ, ഇനി അതേപോലെ എസ് ടിയും കിട്ടി ബി സൈൻ തീറ്റ. അപ്പൊ ഇത് ഇക്വേഷൻ നമ്പർ 1 ആണെങ്കിൽ ഈ ഇക്വേഷൻ 1 എന്ത് ചെയ്യുന്നു? ഒ എസിന്റെ വാല്യൂ, അതായത് ഒ എസിന്റെ വാല്യൂ എസ് ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഇങ്ങോട്ട് ഇക്വേഷൻ 1ലേക്ക്. അപ്പൊ ഇക്വേഷൻ 1 എന്തായിട്ട് മാറും? നമുക്ക് നോക്കാം. ഇക്വേഷൻ 1 ഒ ടി സ്ക്വയർ, ഒ ടി എന്ന് പറഞ്ഞാൽ ആരാണെന്ന് പറഞ്ഞത്? ഒ ടി എന്ന് പറഞ്ഞാൽ 6 ആണ്. ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒ എസ്, ഒ എസ് എ പ്ലസ് ബി കോസ് തീറ്റ ഹോൾ സ്ക്വയർ, എ പ്ലസ് ബി കോസ് തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് എന്താ? എസ് ടി, എസ് ടി ആര ബി സൈൻ തീറ്റ ഹോൾ സ്ക്വയർ. ഇതിനെ സ്ക്വയർ ചെയ്താൽ ഇതിനെ എ സ്ക്വയർ പ്ലസ് 2ab cos തീറ്റ പ്ലസ് ബി കോസ് തീറ്റ ഹോൾ സ്ക്വയർ ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ബി സൈൻ തീറ്റ ഹോൾ സ്ക്വയർ ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഇവിടെ ബി സ്ക്വയർ കോമൺ ആക്കിയത് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആണല്ലോ. അപ്പൊ നമുക്ക് എത്ര കിട്ടി? ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. ഇനി എന്ത്? ഇതിനെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കിട്ടും. ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ദിസ് ക്വാണ്ടിറ്റി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതും പലതവണ ആയിട്ട് ചോദിച്ചതാണ്. അപ്പൊ നമുക്ക് റിസൾട്ടന്റ് കാണാം. പാരലോഗ്രാം യൂസ് ചെയ്യാം. അത് പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്തു, എന്നിട്ട് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസ്ട്രക്ട് ചെയ്തു. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. റെയിൻ ഈസ് ഫാളിംഗ് വെർട്ടിക്കലി. Rain is falling vertically with a speed 35 meters per second. A woman rides on a bicycle with a speed 12 meters per second in the east to west direction. What is the direction in which she should hold her umbrella? നമ്മുടെ ഒരു സൈക്കിളിന്റെ മേലെ മുന്നോട്ട് പോവാണെങ്കിൽ, നിങ്ങൾ ഇങ്ങനെ മുന്നോട്ടാ പോകുന്നതെങ്കിൽ റെയിൻ ഇങ്ങനെ ഫാളിംഗ് ആണ്, നമ്മൾ ചെരിച്ചത് പിടിക്കുക. അപ്പൊ നമ്മുടെ വുമൺ പോകുന്നത് ഇങ്ങനെയാണ്. വുമൺ പോകുന്നത്, റെയിൻ എങ്ങനെയാ ഫാൾ ചെയ്യുന്നത്? വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ്. അപ്പൊ ശ്രദ്ധിച്ചോ, ഇവിടെ നമുക്ക് എന്താ ചെയ്യുന്നത്? ദ വുമൺ hold her umbrella in the opposite direction of relative velocity of rain with respect to the woman. ആ വുമനുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിന്റെ റിലേറ്റീവ് വെലോസിറ്റിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് കൊണ്ടുപിടിക്കേണ്ടത്. അതായത് എങ്ങനെയാണോ ഈ റെയിൻ വരുന്നത് അതിന്റെ ഓപ്പോസിറ്റ് അല്ല കൊണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് വേണ്ടത് വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു വുമൺ. അപ്പം വെലോസിറ്റി ഓഫ് റെയിൻ വി ആർ മൈനസ് വി ഡബ്ല്യു. അപ്പൊ ശ്രദ്ധിച്ച്, ഇതാരാ? വെലോസിറ്റി ഓഫ് വി ആർ മൈനസ് വി ഡബ്ല്യു. ഇത് വി ഡബ്ല്യു ആണ് വെലോസിറ്റി ഓഫ് വുമൺ, ഇത് വെലോസിറ്റി ഓഫ് റെയിൻ.
അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ വി ഡബ്ല്യു മൈനസ് ആക്കി എടുക്കണം. അപ്പൊ വി ആർ ഞാൻ അങ്ങനെ തന്നെ എഴുതി, ഒന്നും ചെയ്ത് വി ആർ അങ്ങനെ തന്നെ എഴുതി. ഇനി വി ഡബ്ല്യു നെഗറ്റീവ് ആക്കി എടുക്കുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇത് വി ഓമൻ. ഇനി ശ്രദ്ധിച്ചോ, ഇവിടെ ഇതിന്റെ റിലേറ്റീവ് വെലോസിറ്റി എടുക്കുന്നു. റിലേറ്റീവ് വെലോസിറ്റി എടുക്കുകയാണെങ്കിൽ വി ആർ മൈനസ് വി ഡബ്ല്യു ആണല്ലോ. അപ്പൊ വി ആർ മൈനസ് വി ഡബ്ല്യു ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ റെയിനിങ് ഡയറക്ഷൻ. അപ്പൊ ഈ റെയിന്റെ ഡയറക്ഷൻ ഇതാണെങ്കിൽ വി ആർ മൈനസ് വി ഡബ്ല്യു ആണെങ്കിൽ ഇതല്ല റിലേറ്റീവ് വെലോസിറ്റി വി ആർ ഡബ്ല്യു. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ച്, ഇവിടെ വെർട്ടിക്കൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് കണ്ടത്. വെർട്ടിക്കൽ ഉണ്ടാക്കുന്ന ആംഗിൾ കണ്ടുപിടിക്കണം. വെർട്ടിക്കൽ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിളും തീറ്റയാണ്. അപ്പൊ നമുക്ക് എഴുതാം ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്താ കിട്ടുന്നത്? ടാൻ തീറ്റ ഈസ് ഈക്വൽ ഓപ്പോസിറ്റ് സൈഡ് വി ഡബ്ല്യു ബൈ വി ആർ. വി ഡബ്ല്യു എത്രയാ? വുമന്റെ വെലോസിറ്റി 12/35. അപ്പൊ നമുക്ക് കിട്ടി ടാൻ തീറ്റ ഈസ് 12/35. തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 12/35. ഇത് ചെയ്താൽ കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടും. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യാം. വോയിസ് കൊടുത്തല്ലേ?
ഓക്കെ, അപ്പൊ നമ്മുടെ മോഷൻ എ പ്ലെയിൻ ആണ് എക്സ്പ്ലെയിൻ ചെയ്തോണ്ട് അതിൽ അവസാനമായിട്ട് ചെയ്ത പ്രോബ്ലം rain falling vertically with a speed of 35 meter per second and a woman rides on a bicycle with a velocity 12 meter per second. ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടിയത് തീറ്റ is equal to tan inverse 12/5 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു നോക്കുക. The position vector of a particle P located in XY plane is shown in figure. ഫിഗറിൽ തന്നിട്ടുണ്ട്. ഇവിടെ പൊസിഷൻ XY പ്ലെയിനുള്ള പാർട്ടിക്കിളിന്റെ ലൊക്കേഷൻ പറഞ്ഞത് റീഡ്രോ ദ ഫിഗർ ഷോയിങ് ദ റെക്ടാങ്കുലർ കോമ്പണൻസ്. അപ്പൊ ഇതിന് റെക്ടാങ്കുലർ കോമ്പണൻസ് ആയിട്ട് റീഡ്രോ ചെയ്യാം. അപ്പൊ നമുക്കറിയാം ഒരു വെക്ടറിനെ രണ്ട് വെക്ടർ ആയിട്ട് റിസോൾവ് ചെയ്യാം, ഒരു ഹൊറിസോണ്ടൽ കോമ്പണന്റും ഒരു വെർട്ടിക്കൽ കോമ്പണന്റും. ഇവിടെ ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഇങ്ങനെയും വെർട്ടിക്കൽ കോമ്പണന്റ് ഇങ്ങനെ, ഇതാണ് അതായത് റെക്ടാങ്കുലർ കോമ്പണന്റ് ആയിട്ട്. ഇത് എക്സ് ഡയറക്ഷനിലാണ്, അത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ എക്സ് വിളിക്കാം, എക്സ് ഡയറക്ഷൻ ആയതുകൊണ്ട് വെക്ടർ ആർ ഇസ് ഈക്വൽ ടു എക്സ് ഡയറക്ഷനിൽ ഐ ക്യാപ്, എക്സ് ഡയറക്ഷൻ യൂണിറ്റ് വെക്ടർ ആണ് ഐ ക്യാപ്, പ്ലസ് എന്ത് വേണം, വൈ ഡയറക്ഷനിലെ ജെ ക്യാപ്, വൈ ജെ ക്യാപ്. ഇനി റൈറ്റ് ദ പൊസിഷൻ വെക്ടർ ഇൻ ടേംസ് ഓഫ് അതാണ് എഴുതിയത് എക്സ് ഐ പ്ലസ് വൈ ജെ. ആദ്യം റീഡ്രോ ചെയ്യാനാണ് പറഞ്ഞത്, അപ്പൊ റീഡ്രോ ചെയ്തു, പിന്നെ എന്ത് ചെയ്തു, എക്സ് ഐ പ്ലസ് വൈ ജെ. റൈറ്റ് ദ ഇക്വേഷൻ ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടന്റ് ഓഫ് ടു വെക്ടേഴ്സ് എ ആൻഡ് ബി. ഇക്വേഷൻ എഴുതിയാൽ മാത്രം മതി എയുടെയും ബിയുടെയും റിസൾട്ടിന് കാണാനുള്ളത്. അത് നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തതാണ്. ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. ഇതാണ് നമുക്ക് ഡിറൈവ് ചെയ്യാൻ എഴുതാനുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ എന്തേ ചോദിച്ചിട്ടുള്ളൂ, റൈറ്റ് ദ ഇക്വേഷൻ, റൈറ്റ് ചെയ്യാൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, ഡിറൈവ് ചെയ്യാൻ ചോദിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് മോഷനെ പ്ലെയിനിൽ കോമൺ ആയിട്ട് ചോദിക്കുക. അതായത് എല്ലാ ഏരിയയും ക്വസ്റ്റ്യൻ ചോദിച്ചു, പ്രൊജക്ടൈൽ മോഷൻ, സർക്കുലർ മോഷൻ, വെക്ടർ. ഇനി അടുത്ത ചാപ്റ്റർ ആണ് 5ാമത്തെ ചാപ്റ്റർ, ലോസ് ഓഫ് മോഷൻ. അപ്പൊ എന്താ ലോസ് ഓഫ് മോഷൻ പഠിക്കാനുള്ളത്? ആദ്യമായിട്ട് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ പഠിക്കുന്നത്. ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, സെക്കൻഡ് ലോ ഓഫ് മോഷൻ, തേർഡ് ലോ ഓഫ് മോഷൻ. എല്ലാം നിങ്ങൾക്ക് അറിയാലോ. ഫസ്റ്റ്, എവരി ബോഡി കണ്ടിന്യൂസ് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അൺലെസ് ഇറ്റ് ഈസ് കമ്പൽഡ് ബൈ ആൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ്. അതേ സമയത്ത് സെക്കൻഡ് ലോ ആണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു rate of change of momentum is directly proportional to force acting on it. Third one എന്തായിരുന്നു, to every action there is an equal and opposite reaction. അത് കഴിഞ്ഞ നമ്മൾ പഠിച്ചിരുന്നത് എന്തായിരുന്നു, law of conservation of momentum. In the absence of external force, total momentum of a system remains constant. അപ്പൊ ഇവിടെ അതിന്റെ ഇടയിലായിട്ട് മോഷൻ ഓഫ് എ ബോഡി ഇൻ എ ലിഫ്റ്റ്, ഒരു ബോഡിയെ ലിഫ്റ്റിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ, ബോഡി ലിഫ്റ്റിൽ മൂവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ അപ്പാരന്റ് വെയിറ്റ്, അതായത് നമ്മളൊരു ലിഫ്റ്റിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ നിൽക്കുന്ന സമയം നമ്മുടെ വെയിറ്റ് അനുഭവം ഇവിടെയാണ് ഈ ബോഡി നിൽക്കുന്നതെങ്കിൽ ഈ ബോഡി കാലിന് മേലെയാണ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുക. അതായത് ഈ ബോഡി വെയിറ്റ് ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ്, അത് ആക്ഷൻ. റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ സർഫസ് മേലെ കൊടുക്കുന്നതാണ്, അതാണ് അപ്പാരന്റ് വെയിറ്റ് നമ്മുടെ കാലിൽ അനുഭവപ്പെടുന്നത്. ഇപ്പൊ നമ്മൾ സർഫസിൽ നിൽക്കുകയാണെങ്കിൽ ഈ സർഫസ് കാലിന് മേലെ എക്സേർട്ട് ചെയ്താണ് നമുക്ക് അനുഭവപ്പെടുന്ന വെയിറ്റ്, അതാണ് അപ്പാരന്റ് വെയിറ്റ്. അപ്പൊ ഈ അപ്പാരന്റ് വെയിറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ എങ്ങനെ അപ്പാരന്റ് വെയിറ്റ് കണ്ടുപിടിക്കാം? നമുക്കറിയാം ലിഫ്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഇവിടെ ബേസിൽ ആക്ട് ചെയ്തതാണ്, ഇതാണ് നോർമൽ റിയാക്ഷൻ അല്ലെങ്കിൽ അപ്പാരന്റ് വെയിറ്റ്. ഞാൻ ഇവിടെയാണ് ആക്ട് ചെയ്യുന്നത് ശരിക്കും, അത് മേലെ ഡയറക്ഷൻ ഇങ്ങനെ എന്നെ കാണിക്കുന്നു, അതായത് ഇതിന്റെ വെയിറ്റ് mg താഴേക്കാണ്. ഇവിടെ നമുക്ക് ലിഫ്റ്റ് യൂണിഫോം മോഷനിലോ റെസ്റ്റിലോ ആണെങ്കിൽ, ലിഫ്റ്റ് റെസ്റ്റിലാണെങ്കിൽ യൂണിഫോം മോഷൻ ആണെങ്കിലും എന്നും mgയും ഈക്വൽ ആണ്, അതായത് അപ്പാരന്റ് വെയിറ്റ് ഈസ് റിയൽ വെയിറ്റ് എന്നാണ്. ഇനി ഈ ലിഫ്റ്റ് അപ്വേർഡ് ഡയറക്ഷൻ ആക്സിലറേറ്റ്, ഇങ്ങനെ മേലേക്ക് ആക്സിലറേറ്റ് ചെയ്തു, മേലേക്ക് ആക്സിലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഫോഴ്സ് എന്നും താഴേക്ക് mg ഉണ്ട്. അപ്പൊ ഇത് മേലേക്ക് ആക്സിലറേറ്റ് ചെയ്യണമെങ്കിൽ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ma മസ്റ്റ് ബി ഈസ് ഗ്രേറ്റ്, എന്തായിരിക്കണം, ഇത് രണ്ട് സം ആയിരിക്കും. ആരുടേത്? നോർമൽ റിയാക്ഷനെയും വെയിറ്റിനെയും. നോർമൽ എങ്ങോട്ടാ? മേലേക്കാണ്. അപ്പൊ n മൈനസ് mg എടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ഇവിടെ ആക്സിലറേഷൻ നമുക്ക് വേണ്ടത് n ആണ്, mg കൊടുത്താൽ n is equal to mg പ്ലസ് ma. അതായത് mg ആണ് റിയൽ വെയിറ്റ്,
എന്നെ നമുക്ക് അനുഭവപ്പെടുന്ന വെയിറ്റ്. ഇവിടെ അനുഭവപ്പെടുന്ന വെയിറ്റ് കിട്ടണമെങ്കിൽ ഈ റിയൽ വെയിറ്റിനോ കൂടി എന്ത് കൂടി ആഡ് ചെയ്യും? എം എ കൂടി ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് പറയാം അപ്പാരന്റ് വെയിറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ റിയൽ വെയിറ്റ്. ഇനി താഴേക്കാണ് ആക്സിലറേറ്റ് ചെയ്യുന്നെങ്കിലോ, ഇത് താഴേക്കാണ് ആക്സിലറേറ്റ് ചെയ്യുന്നെങ്കിൽ നമുക്ക് എഴുതാം എം എ ഈസ് ഈക്വൽ ടു താഴേക്കുള്ളത് എം ജി മൈനസ് എൻ ഓർ എൻ ഈസ് ഈക്വൽ ടു എം ജി മൈനസ് എം എ. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ച് നോക്ക്, ഇവിടെ അപ്പാരന്റ് വെയിറ്റ് കിട്ടണമെങ്കിൽ എം ജി എം എ മൈനസ് ചെയ്യാൻ വേണ്ടത് അപ്പാരന്റ് വെയിറ്റ് കുറവാണ്. അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. എ ചൈൽഡ് ഓഫ് മാസ് 30 കിലോഗ്രാം ഈ സ്റ്റാൻഡിങ് ഇൻസൈഡ് എ ലിഫ്റ്റ്. അപ്പൊ മാസ് എം 30 തന്നിട്ടുണ്ട്. പിന്നെന്താ പറഞ്ഞത്? What happens to apparent weight of the child if the lift is moving up with a uniform acceleration? യൂണിഫോം ആക്സിലറേഷനിലാണ് ഇത് മേലേക്ക് പോകുന്നതെങ്കിൽ എന്താ സംഭവിച്ചത്? യൂണിഫോം ആക്സിലറേഷനിലാണെങ്കിൽ അപ്പാരന്റ് വെയിറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ റിയൽ വെയിറ്റ്. ദാറ്റ് ഈസ് അപ്പാരന്റ് വെയിറ്റ് കൂടുതലായിട്ട് ഫീൽ ചെയ്യും ഏതിനേക്കാൾ? റിയൽ വെയിറ്റിനേക്കാൾ കൂടുതലായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, പിന്നെയോ റൈറ്റ് ദ എക്സ്പ്രഷൻ ടു അപ്പാരന്റ് വെയിറ്റ് ഓഫ് ദി ചൈൽഡ്. എത്രയാ അപ്പാരന്റ് വെയിറ്റ്? എം ജി പ്ലസ് എം എ അല്ലേ? ഇതാണ് അപ്പാരന്റ് വെയിറ്റ് ഓഫ് ദി ചൈൽഡ് എം എ. Find the apparent weight of the child if the lift is moving down with a constant acceleration. താഴേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അപ്പാരന്റ് വെയിറ്റ് എത്രയാ? n is equal to എം ജി മൈനസ് എം എ അല്ലെങ്കിൽ എം ഇൻറ്റു ജി മൈനസ് എ. എം എത്രയാവുന്നത്? എം 30. ജി എത്ര എടുക്കാം? നമുക്ക് 10 എടുക്കാം. എ എത്രയാവുന്നത്? 5. അപ്പൊ നമുക്ക് എഴുതാം 30 × 5 150 ന്യൂട്ടൺ. ഓക്കെ അല്ലെ, 150 ന്യൂട്ടൺ ആണ് അവർക്ക് ഈ ചൈൽഡിന് അനുഭവപ്പെടുന്ന അപ്പാരന്റ് വെയിറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ ലിഫ്റ്റിലാവുന്ന സമയത്ത് അപ്പാരന്റ് വെയിറ്റ് മേലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അപ്പാരന്റ് വെയിറ്റ് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നു, താഴേക്കാണെങ്കിൽ അപ്പാരന്റ് വെയിറ്റ് കുറവായിട്ട് ഫീൽ ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത ശ്രദ്ധിച്ചു നോക്ക്. പിന്നെ ഇതിൽ നമ്മൾ പഠിക്കുന്നത് മറ്റൊന്നാണ് ബാങ്കിങ് ഓഫ് കർവ്. അതായത് ഒരു സർക്കുലർ റോഡിലൂടെ ഒരു കാർ ടേൺ ചെയ്യണമെങ്കിൽ അത് സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. അപ്പൊ നമ്മുടെ ബൈക്കും അതേപോലെ തന്നെ സൈക്കിളൊക്കെ ആണെങ്കിൽ ചെരിച്ചു കൊടുക്കാം. ഓരോ ടേണിംഗ് എത്തുമ്പോൾ സ്പീഡ് പോകാൻ ചെരിച്ചു കൊടുക്കാൻ പറ്റും. അതേ സമയത്ത് കാർ ആണെങ്കിൽ നമുക്ക് കാറിന് എന്ത് ചെയ്യാൻ പറ്റും? കാറിന് മൊത്തമായിട്ട് ചെരിക്കാൻ പറ്റൂല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവിടെ റോഡ് ചെരിച്ചു കൊടുക്കുന്നു. അതായത് ബെൻഡിങ്ങിലെല്ലാം എന്ത് ചെയ്യും? റോഡ് ചെരിച്ചിട്ടാക്കുന്നു. നിങ്ങൾ കണ്ടില്ലേ ഹെയർ പിൻ ടേൺ? അത് താമരശ്ശേരി ചുരം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അതിന്റെ ഹെയർ പിൻ ടേൺ നോക്കുകയാണെങ്കിൽ ഔട്ട് സൈഡ് കുറച്ച് പൊങ്ങിയിട്ടുണ്ടാവുക, ഇൻസൈഡ് താഴ്ന്നിട്ടുണ്ടാവുക. അതാണ് ബാങ്കിങ് ഓഫ് റോഡ്. അതുപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഡെത്ത് വെൽ, മരണക്കിണർ. ആ മരണക്കിണറിന്റെ ഭാഗത്ത് ഇങ്ങനെ ചരിഞ്ഞതാണ്. അത്രയും ചെരിഞ്ഞതായതുകൊണ്ടാണ് അവർക്ക് അത്രയും ഫാസ്റ്റ് ആയിട്ട് ഈ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യാൻ കഴിയുന്നത്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരാം. ബാങ്കിങ് ഓഫ് റോഡ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ ലിമിറ്റ് ഓഫ് മാക്സിമം സേഫ് സ്പീഡ് ഓഫ് എ വെഹിക്കിൾ അറ്റ് എ കർവ്. ഡ്രോ ദി സ്കീമാറ്റിക് ഡയഗ്രാം of a vehicle on a banked road and mark various forces. അപ്പൊ സ്കീമാറ്റിക് ഡയഗ്രാം ജസ്റ്റ് ഇത് നമ്മുടെ സർഫസ് ലെവലാണ്. ഇതാണ് ബാങ്ക് റോഡ്, ഇങ്ങനെ ചരിഞ്ഞ ഇതാണ് റോഡിന്റെ സർഫസ്. ഈ ബാങ്കിങ് ആംഗിൾ തീറ്റയാണ്. ഇവിടെയാണ് എന്തുള്ളത്? നമ്മുടെ കാർ ഉള്ളത്. ഈ കാർ ഇങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ വെയിറ്റ് ഒന്ന് എം ജി താഴേക്കുണ്ടാവുക. 2 നോർമൽ റിയാക്ഷൻ ആണ്. നോർമൽ റിയാക്ഷൻ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നോർമൽ റിയാക്ഷൻ ഇങ്ങനെ ഉണ്ടാവുക. 3 ഇതിന്റെ ഫ്രിക്ഷൻ ആണ്. ഇത് പുറത്തേക്ക് തെറിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഫ്രിക്ഷൻ ഇതിന് ടാൻജൻഷ്യൽ ആയിട്ട് ഇങ്ങനെ. ഈ 3 ഫോഴ്സ് ആണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഡ്രോ ദ ഡയഗ്രാം വെഹിക്കിൾ ഓൺ എ ബാങ്ക് റോഡ് ആൻഡ് മാർക്ക് വേരിയസ് ഫോഴ്സസ്. ഏതൊക്കെ ഫോഴ്സാ? നോർമൽ റിയാക്ഷൻ, ഫ്രിക്ഷണൽ ഫോഴ്സ് ആൻഡ് വെയിറ്റ്. ഈ 3 ഫോഴ്സ് ആണ്. Obtain the expression for maximum safe speed on a banked road with a frictionless surface. ഫ്രിക്ഷൻ ഉള്ള സർഫസ് ആണെങ്കിൽ ഇവിടുത്തെ മാക്സിമം സേഫ് സ്പീഡ് കണ്ടുപിടിക്കണം. ആ മാക്സിമം സേഫ് സ്പീഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യമായിട്ട് ഞാൻ എഫിനെ റിസോൾവ് ചെയ്യാൻ പോവാണ്. എഫ് നമുക്കൊന്ന് റിസോൾവ് ചെയ്യാം. എഫിനെ റിസോൾവ് ചെയ്താൽ ഹൊറിസോണ്ടൽ കോമ്പണന്റും അതേപോലെ വെർട്ടിക്കൽ കോമ്പണന്റും. ഇത് തീറ്റയാണെങ്കിൽ ഇതും തീറ്റയാണല്ലോ. അപ്പൊ ഇത് എഫ് കോസ് തീറ്റ, ഇതോ എഫ് സൈൻ തീറ്റ. അതേപോലെ ഇവിടെ എന്നെ റിസോൾവ് ചെയ്യാം. ഒരു ഹൊറിസോണ്ടൽ കോമ്പണന്റ്, വെർട്ടിക്കൽ കോമ്പണന്റ്. ഈ ആംഗിൾ തീറ്റ ആകുമ്പോൾ ഇതാണ് തീറ്റ ആവുക. എന്തുകൊണ്ടാ? ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആണ് ഇത്, ഇതിന് പെർപെൻഡിക്കുലർ ആണ് ഇത്. അപ്പൊ 2 ലൈൻ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണ്, പെർപെൻഡിക്കുലർ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണ്. അപ്പൊ ഇത് എൻ കോസ് തീറ്റയാണ്, ഇതാരാണ്? എൻ സൈൻ തീറ്റയാണ്. ഈ കോമ്പണന്റ് എൻ സൈൻ തീറ്റ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വേണം? ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. അപ്പൊ ഇക്വേഷൻ ഡിറൈവ് ചെയ്യണമെങ്കിൽ ഇവിടെ സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഏത് ബോഡിക്കും സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യണമെങ്കിൽ ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. ആരാ സെൻട്രിപെറ്റൽ ഫോഴ്സ്? mv²r ആണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആരാ പ്രൊവൈഡ് ചെയ്യുന്നത്? സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് പ്രൊവൈഡഡ് ബൈ ദി കോമ്പണന്റ് ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആൻഡ് കോമ്പണന്റ് ഓഫ് നോർമൽ റിയാക്ഷൻ. ഏതൊക്കെയാ? എഫ് കോസ് തീറ്റയും അതേപോലെ എൻ സൈൻ തീറ്റയും കൂടിയിട്ട്. അപ്പൊ എഫ് കോസ് തീറ്റ പ്ലസ് എൻ സൈൻ തീറ്റ. ഇതാണ് എന്ത്?
centripetal force provide equation number 1. ഇനി ഈ കാർ അല്ലെങ്കിൽ ഈ വെഹിക്കിൾ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് മൂവ് ചെയ്യണമെങ്കിൽ മേലേക്കുള്ള ഫോഴ്സും താഴേക്കുള്ള ഫോഴ്സും ഈക്വൽ ആവണ്ടേ? മേലേക്കുള്ള ഫോഴ്സ് ഏതാ? n cos θ ആണ്. താഴേക്കുള്ള ഫോഴ്സ് ഏതാ? വെയിറ്റ് പ്ലസ് f sin θ ആണ്. അപ്പൊ നമുക്ക് എഴുതാം mg പ്ലസ് f sin θ is equal to എന്ത് എഴുതാം? mg പ്ലസ് f sin θ is equal to n cos θ എന്ന് എഴുതാം. അല്ലെങ്കിൽ mg is equal to എന്ത് എഴുതാം? mg is equal to n cos θ minus f sin θ എന്ന് എഴുതാം. ഇക്വേഷൻ നമ്പർ 2. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ കിട്ടി നമുക്ക്. ഒന്ന് mv square by r is equal to f cos θ plus n sin θ, അതുപോലെ mg is equal to n cos θ minus f sin θ. ജസ്റ്റ് ഇക്വേഷൻ 1 by ഇക്വേഷൻ 2 ചെയ്താൽ എന്താ കിട്ടുക? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് mv square by r, ഇതിൻ്റെ mg ഈക്വൽ ടു എന്താ പഠിച്ചത് നോക്കിയ f cos θ plus n sin θ ആണല്ലോ. അതേപോലെ അപ്പൊ നമുക്ക് എഴുതാം f cos θ plus n sin θ, f cos θ plus n sin θ by എന്താ പഠിച്ചത് നോക്കിയ n cos θ minus f sin θ. അപ്പൊ n cos θ minus f sin θ. ഇവിടെ m നമ്മൾ കട്ട് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടി? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് v സ്ക്വയർ ബൈ ആർ ജി ആയിട്ട് മാറി. ഈ റൈറ്റ് ഹാൻഡ് സൈഡിലെ എല്ലാ ടേമിനെയും എന്ത് ചെയ്യാം? നമുക്ക് n cos θ ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഡിവൈഡിങ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഓഫ് RHS. RHSന്റെ ന്യൂമറേറ്റർ വിത്ത് ആരെ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? n cos θ. n cos θ ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ n cos θ ഡിവൈഡ് ചെയ്താൽ f cos θ by n cos θ plus n sin θ by n cos θ divided by n cos θ by n cos θ minus f sin θ by n cos θ. ഓക്കെ, ഇനി ശ്രദ്ധിക്കവിടെ ഇവിടെ cos θ കട്ട് ചെയ്തു. f by n എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്? കോഎഫിഷ്യന്റ് ഓഫ് ഫിക്ഷൻ mu പ്ലസ് n കട്ട് ചെയ്തു. sin θ by cos θ ആരാ? tan θ divided by n cos θ by n cos θ 1 minus f by n എന്നുള്ള mu tan θ. ഇതെന്താ? v സ്ക്വയർ ബൈ ആർ ജി ആണ്. ആർ ജിനെ സൈഡ് മാറ്റിയാൽ ഇൻറ്റു ആർ ജി ആയിട്ട് മാറും. അപ്പൊ v is equal to സ്ക്വയർ റൂട്ട് എടുക്കുക. v is equal to ആർ ജി ഇൻറ്റു എന്ത് ചെയ്താൽ നമുക്ക് mu plus tan θ divided by 1 minus mu tan θ. This is the maximum safe speed on a banked road. Okay, ഇപ്പൊ രണ്ട് ഇക്വേഷൻ എടുത്തു, രണ്ട് ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. അപ്പൊ നമുക്ക് എന്താ? obtain the expression for maximum safe speed on a banked road. So banked road maximum safe speed എത്ര കിട്ടിയത്? v is equal to root of rg into mu plus tan θ divided by 1 minus mu tan θ. Okay, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. എന്താ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ? a person firing a bullet from a gun experience a backward jerk. Write the principle behind this. അപ്പൊ എന്താ സംഭവിച്ചത്? ഒരു പേഴ്സൺ എന്താ ചെയ്തത്? ഒരു ബുള്ളറ്റ് എടുത്തു, ഒരു ഗൺ എടുത്തു. ഗണ്ണ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബുള്ളറ്റ് മുന്നോട്ട് പോകുന്നു. അതേപോലെ തന്നെ ഇത് ബുള്ളറ്റ് മുന്നോട്ട് പോകുന്നു, ഗണ്ണ് പിറകോട്ടും പോകുന്നു. അപ്പൊ ഇങ്ങനെ പോവാണെങ്കിൽ ഇതിന്റെ പ്രിൻസിപ്പൽ ഏതാണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ആണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഇവിടെ എത്ര മൊമെന്റം ആണോ ബുള്ളറ്റിന് കിട്ടുന്നത് അതേ മൊമെന്റം ഗണ്ണിന് കിട്ടുന്നു. അപ്പൊ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. പിന്നെ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ബുള്ളറ്റ് ഓഫ് മാസ് 15 ഗ്രാം. അതായത് ബുള്ളറ്റിന്റെ മാസ് സ്മോൾ എം ആണ്, ചെറിയ എം ഈസ് ഈക്വൽ ടു 15 ഗ്രാം. അതേപോലെ തന്നെ വെലോസിറ്റി എത്രയാണ്? വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ് മസിൽ വെലോസിറ്റി 100 ആണ്. ഗണ്ണിന്റെ മാസ് ക്യാപിറ്റൽ എം ആണ്, വലിയ എം 2 കിലോഗ്രാം. എന്താ ചോദിച്ചിരിക്കുന്നത്? ഫൈൻ റീകോയിൽ സ്പീഡ്. ഇവിടെ ഗണ്ണിന്റെ മൊമെന്റും അതേപോലെ ബുള്ളറ്റിന്റെ മൊമെന്റും ഈക്വൽ ആണല്ലോ. ഇവിടെ mv is the momentum of gun bullet and capital mv is the momentum of gun. അപ്പൊ രണ്ടിന്റെയും മൊമെന്റം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അപ്പൊ നമുക്ക് എഴുതാം, നിങ്ങൾ പഠിച്ച റീകോയിൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു മൈനസ് mv ബൈ em. നെഗറ്റീവ് ഷോസ് ദാറ്റ് ഗൺ ഈസ് മൂവിംഗ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ബുള്ളറ്റ്. അല്ലെ, ബുള്ളറ്റ് മുന്നോട്ടാണെങ്കിൽ ഗണ്ണ് പിറകോട്ടാണല്ലോ. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയാണ് മൈനസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പ്രോബ്ലത്തിലേക്ക് വരാം. മൈനസ് അവിടെ നിൽക്കട്ടെ. എം മാസ് 15 ഗ്രാം, ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റുമ്പോൾ 1 ഗ്രാം is equal to 10⁻³ കിലോഗ്രാം ഇൻറ്റു എം ഇൻറ്റു വി. വി എത്രയാ? 100 ഡിവൈഡഡ് ബൈ എത്രയാ? 2.
15 into 100 1500 into 10 minus 3 1.5 by 2 that is equal to 0.75 meter per second. Negative കാണിക്കുന്ന opposite direction. Okay. അപ്പോൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് mv by m. Okay. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. സ്റ്റേറ്റ് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ. ഇപ്പൊ അറിയാതാരുണ്ടാവില്ല എന്താ തേർഡ് ലോ ഓഫ് മോഷൻ? To every action there is an equal and opposite reaction. ഏത് ആക്ഷൻ ഉണ്ടോ അവിടെ എന്തുണ്ട്? റിയാക്ഷൻ. ആക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് റിയാക്ഷൻ. അതാണ് സ്റ്റേറ്റ്. ഒരു മാർക്കും ചോദിച്ചതാണ്. സ്റ്റേറ്റ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആൻഡ് ഡിറൈവ് എഫിഷ്യൻസി എം എ. എന്താ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. അതാണ് dp/dt ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ്. F is proportional to dp/dt or F is equal to a constant k into dp/dt. എന്താ p? p എന്ന് പറഞ്ഞാൽ p is the momentum. That momentum p is equal to mv ആണല്ലോ. അപ്പൊ mv ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇവിടെ k ന്റെ വാല്യൂ 1 ആണ്. അപ്പൊ നമുക്ക് എഴുതാം F is equal to dp/dt. p എന്താ? mv ആണ്. dmv/dt. ഒരു ബോഡി എടുക്കുകയാണെങ്കിൽ, ഒരു ഗിവൺ ബോഡി എടുക്കുകയാണെങ്കിൽ മൂവ് ചെയ്യാൻ സമയത്ത് മാസ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ m into dv/dt. What is dv/dt? Acceleration. So we get F is equal to ma. This is the equation. ഇനി അടുത്ത ദിവസം നോക്കിയേ. 2 billiard balls each of mass 0.05 kilogram moving in opposite direction at a speed 6 meter per second collides and rebound with the same speed. What is the impulse? നമുക്കറിയാം impulse is equal to change in momentum എന്നാണ്. Impulse is equal to change in momentum. അപ്പൊ ഇവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 2 ബില്ലിയാർഡ് ബോൾ ആണ്. രണ്ടിന്റെ മാസ് 0.05 ആണ്. മൂവിംഗ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ വിത്ത് എ സ്പീഡ് ഓഫ് 6 മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് റീബൗണ്ട് വിത്ത് സെയിം വെലോ സ്പീഡ്. രണ്ടും ആദ്യമായിട്ട് ഒരു ബോൾ ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് വന്നു, മറ്റേ ബോൾ ഇവിടെ ഇങ്ങോട്ട് വന്നു, രണ്ടും കൊളൈഡ് ചെയ്തു, എന്നിട്ട് തിരിച്ചു പോയത് സെയിം വെലോസിറ്റിയിലാണ്. അപ്പൊ രണ്ടും സെയിം വെലോസിറ്റിയിലാണെങ്കിൽ ഇവിടുത്തെ മൊമെന്റം ആണ്, അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് മൊമെന്റം അല്ലെങ്കിൽ ഇമ്പൾസ് ആണ് കാണേണ്ടത്. അപ്പൊ നോക്കിയേ, രണ്ട് കൈ ഇങ്ങനെ കൂട്ടിമുട്ടാണെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു കൈ അടുത്ത കൈയുടെ മേലെ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്, ഇമ്പൾസ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇമ്പൾസ് കണ്ടുപിടിക്കണമെങ്കിൽ ചേഞ്ച് ഓഫ് മൊമെന്റം. എങ്ങനെ ചേഞ്ച് ഓഫ് മൊമെന്റം കണ്ടുപിടിക്കുക? ഈ ഒരു ബോഡി എടുക്കുകയാണെങ്കിൽ, ഒരു ബില്ലിയാർഡ് ബോൾ എടുക്കുകയാണെങ്കിൽ ആ ബില്ലിയാർഡ് ബോളിന്റെ മാസ് m ആണ്, അതിന്റെ വെലോസിറ്റി v ആണ്. അപ്പൊ അങ്ങോട്ട് പോകുന്ന സമയത്ത് വെലോസിറ്റി മൊമെന്റം mv ആണ്, തിരിച്ചു വരുന്ന സമയത്തുള്ള മൊമെന്റം എത്രയാണ്? mv ആണ്. അപ്പൊ mv മൈനസ് mv ആണ്. എന്തേ മൈനസ് എടുക്കാൻ കാരണം? ഒന്ന് ആദ്യമായിട്ട് റൈറ്റിലോട്ടാ പോകുന്നത്, പിന്നെ ലെഫ്റ്റിലോട്ടാകുമ്പോൾ ഡയറക്ഷൻ റിവേഴ്സ് ആവുന്നത്, അതുകൊണ്ടാണ് മൈനസ് എടുത്തത്. അപ്പൊ നമുക്ക് എഴുതാം 2mv എന്ന് എഴുതാം. അപ്പൊ ചേഞ്ച് ഓഫ് മൊമെന്റം 2mv ആണെങ്കിൽ ഇവിടുത്തെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഡയറക്റ്റ് ആയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഓഫ് മൊമെന്റം, ദാറ്റ് ഈസ് ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഓഫ് മൊമെന്റം ഡെൽറ്റ p ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2mv ഈക്വൽ ടു 2 into m എത്രയാ? 0.05 into v എത്രയാ? 6. That is equal to 2 into 0.05 0.1 into 6 0.6. അപ്പം ഇത് ഒരു ബില്ലിയാർഡ് ബോളിൻ്റെതാണ് 0.6 ന്യൂട്ടൺ സെക്കൻഡ് അല്ലെങ്കിൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അപ്പം ഇത് ഒരു ബോളിൻ്റെതാണ് 0.6. അപ്പൊ ഇവിടുത്തെ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൊളൈഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഓരോ ആളുടെയും മൊമെന്റം ചേഞ്ച് ചെയ്യുന്നല്ലേ. ടോട്ടൽ ചേഞ്ച് ഓഫ് മൊമെന്റം 0 ആണെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് എത്രയാണ്? 2mv ആണ്. അപ്പൊ ഇവിടെ എക്സേർട്ട് ചെയ്യുന്ന ഇമ്പൾസ് എത്രയാണ്? 0.6. ഓക്കെ, ഇനി അടുത്ത ദിവസം നോക്കാം നമുക്ക്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ comes into play the moment of the force applied. Write the relation between static friction and normal reaction. നമുക്കറിയാം law of friction, frictional force is directly proportional to normal reaction, or friction force F is equal to a constant mu into n. അപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണെങ്കിൽ, കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണെങ്കിൽ mu s എഴുതാം into n. That is friction, static friction is equal to mu s into n. Determine maximum acceleration of a train in which a box lying on the floor will remain stationary. Given that the coefficient of static friction between the box and the train is 0.05. Okay, determine the maximum acceleration of the train in which box lying on the floor will remain stationary. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇതൊരു ട്രെയിൻ ആണ്. ഈ ട്രെയിൻ മുന്നോട്ട് ആക്സിലറേറ്റ് ചെയ്യുന്നു, എന്നിട്ടോ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ ബ്ലോക്ക് സ്റ്റേഷനറി ആയി നിൽക്കാൻ ആവശ്യമായ മാക്സിമം
ആക്സിലറേഷൻ കണ്ടത്. ഈ മാക്സിമം ആക്സിലറേഷൻ എങ്ങനെ കണ്ടുപിടിക്കേണ്ടത് ശ്രദ്ധിച്ചോ. ഈ ബോഡി മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ ബോഡിക്ക് ഒരു ആക്സിലറേഷൻ എ ഉണ്ടെങ്കിൽ ആ ആക്സിലറേഷനെ പെർസിസ്റ്റ് ചെയ്യാൻ എം എ എന്ന ഫോഴ്സ് ഉണ്ടെങ്കിൽ ഇതിനെ പെർസിസ്റ്റ് ചെയ്യാനുള്ള ഫോഴ്സ് ഏതാ? ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് മാത്രമാണ്. ആ ഫ്രിക്ഷണൽ ഫോഴ്സ് മ്യൂ എൻ ആണ്. എൻ ഈക്വൽ എം ജി ആണല്ലോ. അപ്പൊ നമുക്ക് എഴുതാം, എന്ത് എഴുതാം? മ്യൂ എം ജി എന്ന് എഴുതാം. ഇവിടെ എം എം കട്ട് ചെയ്താൽ A is equal to mu g. This is the maximum acceleration. അത് എത്രയാ? A is equal to mu എത്രയാ? 0.15 into g. സിംപ്ലിസിറ്റി 10 എടുത്തോളൂ. അപ്പൊ നമുക്ക് എഴുതാം മാക്സിമം ആക്സിലറേഷൻ ഓഫ് ദി ട്രെയിൻ എത്രയാ? 1.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതിനേക്കാൾ സ്പീഡ് കൂടി കഴിഞ്ഞാൽ ഇതേ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണെങ്കിൽ ഈ ബോഡി സ്ലിപ്പ് ആവും. അപ്പൊ റിമെയിൻസ് സ്റ്റേഷനറി ആണെങ്കിൽ മൂവ് ചെയ്യാതിരിക്കണമെങ്കിൽ എന്താ കണ്ടീഷൻ പറഞ്ഞത്? 1.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും മാക്സിമം ആക്സിലറേഷൻ. സ്റ്റേറ്റ് ലോ ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ലോ എന്താ? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ is the maximum value of static friction. സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ ആണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഇതിന്റെ ലോസ് ഏതൊക്കെയാണ്? ഒന്ന്, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ is in the opposite direction of motion. റിലേറ്റീവ് മോഷൻ. റിലേറ്റീവ് മോഷന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് ഒന്ന്. രണ്ടാമത്തത്, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ is independent on area of contact. ഏരിയ ഓഫ് കോണ്ടാക്ട് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഏരിയ ഓഫ് കോണ്ടാക്ട് മാറിക്കഴിഞ്ഞാലും ലിമിറ്റിംഗ് ഫ്രിക്ഷൻ മാറുന്നില്ല. പിന്നെയോ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ നാച്ചുറൽ ഓഫ് സർഫേസസ് ഇൻ കോണ്ടാക്ട്. നാച്ചുറൽ ഓഫ് സർഫസ് ഏതൊക്കെയാണോ സർഫസിൽ കോണ്ടാക്ട് അതിന് നാച്ചുറൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെയോ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. ഈ നോർമൽ റിയാക്ഷൻ കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഫ്രിക്ഷനും കൂടും. ഓക്കെ, ഇതാണ് ലോസ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഇനി അടുത്ത ശ്രദ്ധിച്ച് നോക്കാം. What are the conditions for equilibrium of a concurrent forces? എന്താ കൺകറന്റ് ഫോഴ്സ് എന്നാൽ? ഒരു പോയിന്റിലേക്ക് ആക്ട് ചെയ്യുന്ന ഒന്നിലധികം ഫോഴ്സ് ഉണ്ടെങ്കിൽ അതിനെയാണ് കൺകറന്റ് ഫോഴ്സ് എന്ന് വിളിച്ചത്. നോക്കിയേ, ഇവിടെ ഞാൻ പോയിന്റ് എടുത്തു. ഇങ്ങനെ ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു ഭാഗത്ത് F1 മറ്റേ ഭാഗത്ത് F2 ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്നു. ഇതിന്റെ ഇക്വിലിബ്രിയം ആണെങ്കിൽ ഇക്വിലിബ്രിയം ഈ സ്റ്റഡി അപ്പിയറൻസ് ആണ്. സ്റ്റഡി ആവണമെങ്കിൽ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ബോഡി മസ്റ്റ് ബിക്കം 0. ഇനി മൂന്നാണ്, ഈ ഒരു പോയിന്റിലേക്ക് 3 ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഒന്ന് F1, മറ്റൊന്ന് F2, മറ്റൊന്ന് F3. ഈ ഡയറക്ഷൻ മൊത്തമായി ചേഞ്ച് ചെയ്താൽ കുഴപ്പമില്ല. അപ്പൊ ഇവിടെ എന്താ കണ്ടീഷൻ? ടോട്ടൽ കണ്ടീഷൻ F1 പ്ലസ് F2 പ്ലസ് F3 ഈസ് ഈക്വൽ എത്രയാണോ? 0 ആയിരിക്കും. വെക്റ്റർ സം ഓഫ് ദി ടോട്ടൽ ഫോഴ്സ് 0 ആണെങ്കിൽ അത് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യും. ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ ഇക്വിലിബ്രിയം. A mass 6 kg is suspended by a rope of 2 meters from the ceiling. A force of 50 Newton in the horizontal direction applied at the midpoint P at the rope as shown in the figure. What is the angle the rope makes with the vertical at equilibrium? Neglect mass of the rope. അപ്പൊ ഈ ആംഗിൾ ആണ് കാണേണ്ടത്. ഈ ആംഗിൾ കാണണമെങ്കിൽ ശ്രദ്ധിച്ചു നോക്കുക. ഇവിടെ നമുക്ക് ഇതിന്റെ മേലെ ടെൻഷൻ T1 ഉണ്ടല്ലോ. ആ T1 നമുക്ക് രണ്ടായി റിസോൾവ് ചെയ്യാം. ഒരു ഹൊറിസോണ്ടൽ കോമ്പണന്റും വെർട്ടിക്കൽ കോമ്പണന്റും. ഇതാണ് ആംഗിൾ എങ്കിൽ ഈ കോമ്പണന്റ് ആണ് T1 കോസ് തീറ്റ. ഇതോ T1 സൈൻ തീറ്റ. ഇവിടെ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു. ഇക്വിലിബ്രിയം ആണെങ്കിൽ റൈറ്റിലോട്ടുള്ള ഫോഴ്സും ലെഫ്റ്റിലോട്ടുള്ള ഫോഴ്സും ഈക്വൽ ആണ്. അപ്പൊ റൈറ്റിലോട്ട് ഫോഴ്സ് 50 ന്യൂട്ടൺ, ലെഫ്റ്റിലോട്ട് ഫോഴ്സ് T1 സൈൻ തീറ്റ. അപ്പൊ T1 സൈൻ തീറ്റ ഈസ് ഈക്വൽ നമുക്ക് എഴുതാം 50 എന്ന് എഴുതാം. അതേപോലെ മേലേക്കുള്ള ഫോഴ്സും താഴേക്കുള്ള ഫോഴ്സും ഈക്വൽ ആണ്. നാളെ നെറ്റ് ഫോഴ്സ് ക്യാൻസൽ ചെയ്തോളൂ. അപ്പൊ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുള്ളൂ. മേലേക്കുള്ള ഫോഴ്സ് ആരാ? T1 കോസ് തീറ്റ. T1 കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? താഴേക്കുള്ള ഫോഴ്സ് 60. അപ്പൊ ജസ്റ്റ് ഡിവൈഡ് ചെയ്താൽ T1 കട്ട് ചെയ്തു പോയി. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 5/6. അപ്പൊ ഇവിടെ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 5/6 ഇങ്ങനെ എഴുതിയാൽ മതി. ഇനി അതല്ല കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ വാല്യൂ അടിച്ചു നോക്കാം. ടാൻ ഇൻവേഴ്സ് 5/6 0.83 ആണ് ഏതാണ്ട് കിട്ടുന്നത്. 0.83 ആണ് 27 റേഞ്ചിലൊക്കെ 21 കിട്ടും. അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ ടാൻ ഇൻവേഴ്സ് 0.5/6. പിന്നെയോ, വാട്ട് വിൽ ബി ദ ആംഗിൾ മെയ്ഡ് ബൈ ദ റോപ്പ് വിത്ത് വെർട്ടിക്കൽ if its length is doubled? ലെങ്ത് ഡബിൾ ആക്കിയാലും ഈ ലെങ്ത്തിന് ഒരു മാറ്റവും വരുന്നില്ല. ലെങ്ത് ഡബിൾ ആക്കിയാലോ ലെങ്ത് ഹാഫ് ആക്കിയാലോ ഒന്നും എന്ത് സംഭവിക്കുന്നില്ല. ഇവിടെ ഈ ലെങ്ത് 1 മീറ്റർ ഉള്ളത് 2 മീറ്റർ ആക്കി കഴിഞ്ഞാലും ഈ ആംഗിളിന് മാറ്റമില്ല. ആംഗിൾ എത്ര തന്നെയാ വരുന്നത്? ടാൻ ഇൻവേഴ്സ് 5/6 ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ലോസ് ഓഫ് മോഷൻ ചാപ്റ്റർ ഉള്ളത്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം, വർക്ക് എനർജി പവർ. വർക്ക് എനർജി പവറിൽ നിങ്ങൾ ആദ്യമായിട്ട് വർക്ക് എന്താന്ന് പഠിച്ചിട്ടുണ്ടാവും, അതേപോലെ എനർജി പഠിച്ചിട്ടുണ്ടാവും, പവറും പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതിലെ ക്വസ്റ്റ്യൻസ് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് prove that mechanical energy of a ball of mass m traveled from a height h is conserved. The law of conservation of energy ആണ്. എന്താ law of conservation of energy എന്നത്? Energy can neither be created nor be destroyed, but it can transfer from one form to another form. അപ്പൊ ഒരു ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ ഒരു ബോഡി h ഹൈറ്റിന് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ, h ഹൈറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ എന്ത് പ്രൂവ് ചെയ്യണം? മാക്സിമം എനർജി
constant prove ചെയ്യണം. So we have to consider a body of mass m is initially at a point a is dropped from a height h height na drop ചെയ്തത്. ഇനി after some time it will be reaches another point b. The displacement from a to b can be taken as x, and finally it reaches the ground. When it touches the ground, the velocity become maximum. Point m above e height. ശ്രദ്ധിച്ചോ, ഇവിടെ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? മെക്കാനിക്കൽ എനർജി ഓഫ് എ ഡ്രോപ്പ് ഫ്രം height is conserved. അപ്പൊ മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആണെങ്കിൽ ആദ്യമായിട്ട് എ എന്ന പോയിന്റ് എടുക്കുന്നു. അറ്റ് എ എന്ന പോയിന്റ് ആണെങ്കിൽ എ എന്ന പോയിന്റ് ബോഡി ഈസ് അറ്റ് റെസ്റ്റ്. ബോഡി എന്തിലാണ്? റെസ്റ്റിലാണ്. ബോഡി റെസ്റ്റിലാണെങ്കിൽ വാട്ട് ഈസ് വെലോസിറ്റി? റെസ്റ്റ് ആണെങ്കിൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0. അപ്പൊ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ എത്രയാണ്? 0. ഇനി പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിലോ, പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ നമ്മൾ പഠിച്ചത് ഹൈറ്റ് ഇൻറ്റു വെയിറ്റ്. അപ്പൊ വെയിറ്റ് mg ആണ്, ഇൻറ്റു ഹൈറ്റ് എത്രയാ? h. അപ്പൊ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി എത്രയാ? 0 plus mgh, that is equal to total energy at the point A can be taken as mgh. അപ്പോൾ ഇവിടെ കൈനറ്റിക് എനർജി 0 ആണ്, എന്ത് മാത്രമേ ഉള്ളൂ? പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ. ആ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? mgh ആണ്. ഓക്കെ, ഇനി പോയിന്റ് ബി എടുക്കുന്നു. പോയിന്റ് ബി എടുക്കുകയാണെങ്കിൽ ഈ ബോഡി മോഷനിലാണല്ലോ. അപ്പൊ ഇതിൽ കൈനറ്റിക് എനർജി 0 നമുക്ക് പറയാൻ പറ്റൂല. കൈനറ്റിക് എനർജി ഹാഫ് mv² ആണ്. അപ്പൊ വി സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ പഠിച്ച ഇക്വേഷൻ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന ഇക്വേഷൻ പഠിച്ചത്. ഇവിടെ യു ഇനീഷ്യലി ഏതായ സമയത്ത് ഈ ബോഡി റെസ്റ്റിലായിരുന്നു. അപ്പൊ യുവിന്റെ വാല്യൂ എത്രയാണ്? യു ഇസ് ഈക്വൽ ടു 0. അപ്പൊ 0 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആക്സിലറേഷൻ ഏതാണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g ഇൻറ്റു എസ് എന്ന ഡിസ്പ്ലേസ്മെന്റ് ഏതാണ്? x. അപ്പൊ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2gx. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2gx. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് m ഇൻറ്റു വി സ്ക്വയർ 2gx കൊടുക്കുന്നു. 2 2 കട്ട് ചെയ്താൽ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു mgx. ഇനി പൊട്ടൻഷ്യൽ എനർജി കാണണ്ടേ? എങ്ങനെയാ പൊട്ടൻഷ്യൽ എനർജി കാണുക? പോയിന്റ് ബി ആണെങ്കിൽ ഈ പോയിന്റ് ബിയിലെ പൊട്ടൻഷ്യൽ എനർജി കാണണമെങ്കിൽ ആ പോയിന്റ് എ എവിടെയായിരുന്നു? പോയിന്റ് ബി എവിടെയായിരുന്നു? പോയിന്റ് സി എവിടെയാണ്? അപ്പൊ ഈ ഡിസ്റ്റൻസ് h ആണ്, x ആണ്, ഇത് ക്യാപിറ്റൽ H ആണ്. അപ്പൊ പോയിന്റ് ബിയിലുള്ള പോയിന്റ് ബി ആയിട്ട് നിൽക്കുന്നത് കൈനറ്റിക് എനർജി എത്ര കിട്ടിയിരുന്നു? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു mgx എന്ന് കിട്ടി. ഇനി പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? വെയിറ്റ് mg ഇൻറ്റു ഹൈറ്റ് എത്രയാ? ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ ഹൈറ്റ്, ഇവിടുത്തെ ഹൈറ്റ്. ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ h എന്ന്. ഈ ഹൈറ്റിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? ഇത് മൈനസ് ചെയ്താൽ പോരെ. അപ്പൊ h മൈനസ് എക്സ് that is equal to mgh minus mgx. ഇവിടെ ശ്രദ്ധിച്ച്, ആദ്യമായിട്ട് പോയിന്റ് എയിലായിരുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി mgh ആയിരുന്നു. ഇപ്പൊ അത് എത്രയായിട്ട് മാറി? ബിയിലെത്തിയപ്പോ mgh മൈനസ് mgx ആയിട്ട്. mgx കുറഞ്ഞു പോയി. ഈ കുറഞ്ഞു പോയ എനർജി നഷ്ടപ്പെട്ടതല്ല, എന്ത് സംഭവിച്ചതാണ്? ഇവിടെ ആദ്യമായിട്ട് കൈനറ്റിക് എനർജി 0 ആയിരുന്നു. ആ കൈനറ്റിക് എനർജി mgx ആയിട്ട് മാറി. അപ്പൊ എന്താ സംഭവിച്ചത്? ടോട്ടൽ എനർജി ആണെങ്കിൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി എത്രയാ? mgx പ്ലസ് പൊട്ടൻഷ്യൽ എനർജി mgh മൈനസ് mgx. ഓക്കെ, കട്ട് ചെയ്ത് പോയാൽ mgx പോയാൽ mgh. അപ്പൊ ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആണ്. ടോട്ടൽ എനർജി mgh തന്നെയാണ്. ടോട്ടൽ എനർജി ഈസ് കൺസേർവ്ഡ്. പിന്നെ എന്താ സംഭവിച്ചത്? ഇവിടെ പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് മാറിയതാണ്? കൈനറ്റിക് എനർജി ആയിട്ട് മാറിയതാണ്. ഇതല്ലേ പറഞ്ഞത്? എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി റിസ്റ്റോർഡ്, ബട്ട് ക്യാൻ ട്രാൻസ്ഫർ ഫ്രം വൺ ഫോം ടു അനദർ ഫോം. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറ്റാമല്ലോ. അപ്പൊ ഇവിടെ എന്തായിട്ട് മാറി? പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് മാറി? കൈനറ്റിക് എനർജി ആയിട്ട് മാറി. ഇനി പോയിന്റ് സി എടുക്കുന്നു. സി എടുക്കുകയാണെങ്കിൽ ഈ ബോഡി സിയിലെത്തുമ്പോൾ അല്ലേ മാക്സിമം വെലോസിറ്റി ഉണ്ടാവുക? ഗ്രൗണ്ട് ടച്ച് ചെയ്യുമ്പോൾ, ഏറ്റവും താഴെ ടച്ച് ചെയ്യുമ്പോഴാണ് മാക്സിമം വെലോസിറ്റി ഉണ്ടാവുക. അപ്പൊ താഴെ എത്തുന്ന സമയത്ത് വെലോസിറ്റി മാക്സിമം ആയിരിക്കും. അപ്പൊ വെലോസിറ്റി മാക്സിമം ആവണമെങ്കിൽ നമുക്ക് കൈനറ്റിക് എനർജി കാണാം. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv സ്ക്വയർ ആണ്. വി സ്ക്വയർ എന്താ? വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2ax. ജി കൊടുക്കാം. x എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് h ആണ്, 2gh. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഹാഫ് ഇൻറ്റു m ഇൻറ്റു 2gh. അപ്പൊ 2 2 കട്ട് ചെയ്താൽ നമുക്ക് കിട്ടിയത് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു mgh. ഇനി പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിലോ, പൊട്ടൻഷ്യൽ എനർജി വെയിറ്റ് ഇൻറ്റു ഹൈറ്റ് എത്രയാ? ഇവിടുത്തെ ഹൈറ്റ് 0 അല്ലേ? ഈക്വൽ ടു 0. അപ്പൊ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി mgh പ്ലസ് 0. അപ്പൊ ഇവിടെ നോക്കിയേ, ടോട്ടൽ എനർജി mgh കൺസേർവ്ഡ് ആണ്. ഇവിടെ എന്താ സംഭവിച്ചത്? പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞ് എന്തായിട്ട് മാറിയതാണ്? കൈനറ്റിക് എനർജി ആയിട്ട് മാറിയതാണ്. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. എനർജിയെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഫോമിൽ മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ദിവസം ശ്രദ്ധിച്ചോളൂ. സ്റ്റേറ്റ് വെദർ ദ വർക്ക് ഡൺ ഇൻ ദ ഫോളോയിങ് സിറ്റുവേഷൻ ഈസ് 0, പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ആദ്യം വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ.
ഫ്രിക്ഷൻ ചെയ്യുന്ന വർക്ക് എന്താ? നമുക്കറിയാം ഫ്രിക്ഷൻ ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് റിലേറ്റീവ് മോഷൻ. റിലേറ്റീവ് മോഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് ഒരു ബ്ലോക്ക് ഇങ്ങനെ ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ, ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഫ്രിക്ഷൻ അതിന് ഓപ്പോസിറ്റ് ആണുള്ളത്. അപ്പൊ ഫ്രിക്ഷണൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും എടുക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അപ്പൊ ഫ്രിക്ഷൻ ചെയ്യുന്ന വർക്ക് എന്താണ്? ഒന്നാമത് ഫ്രിക്ഷൻ ചെയ്യുന്ന വർക്ക് നെഗറ്റീവ് ആണ്. വർക്ക് ബൈ അപ്ലൈഡ് ഫോഴ്സ് ഓൺ എ ലിഫ്റ്റിംഗ് ഒബ്ജക്ട്. ലിഫ്റ്റിംഗ് ഒബ്ജക്ട്, ഒരു ബോഡി ഇങ്ങനെ മേലേക്ക് ലിഫ്റ്റ് ചെയ്യുന്നു. അപ്പൊ അപ്ലൈഡ് ഫോഴ്സ് എങ്ങോട്ടാ? മേലേക്കാണ്. അപ്ലൈഡ് ഫോഴ്സ് മേലേക്കാണ്. അതേപോലെ തന്നെ ഇത് ഡിസ്പ്ലേസ്മെന്റ് മേലേക്കാണെങ്കിൽ ഇത് പോസിറ്റീവ് വർക്കാണ്. ഇനി വർക്ക് ബൈ സെൻട്രിപിറ്റൽ ഫോഴ്സ്. സെൻട്രിപിറ്റൽ ഫോഴ്സ് ശ്രദ്ധിച്ച്, ഒരു ബോഡി സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യാൻ സെൻട്രൽ എക്സ്റ്റേണിയർ ഫോഴ്സ് ആണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. ഈ സെൻട്രിപിറ്റൽ ഫോഴ്സ് എടുക്കുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴും ടാൻജൻഷ്യലാണ്. ഈ സെൻട്രിപിറ്റൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് വർക്ക് ബൈ എ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഈസ് ഓൾവേസ് 0. വർക്ക് ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ഫാളിംഗ് ബോഡി. ഒരു ബോഡി ഫാൾ ചെയ്യുകയാണെങ്കിൽ, താഴേക്ക് ഫാൾ ചെയ്യുകയാണെങ്കിൽ ഇതിന് മേലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എങ്ങോട്ടാ? ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഡിസ്പ്ലേസ്മെന്റ് ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ്. അപ്പൊ പാരലൽ ആണെങ്കിൽ ഇവിടുത്തെ വർക്ക് എന്താണ്? പോസിറ്റീവ് വർക്കാണ്. ഓക്കെ, അപ്പൊ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഒരേ ഡയറക്ഷൻ ആണ്, പോസിറ്റീവ് വർക്കാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് നെഗറ്റീവ് വർക്കാണ്. പെർപെൻഡിക്കുലർ ആണെങ്കിൽ 0 വർക്കാണ്. ഓക്കെ, പ്രൂവ് വർക്ക് എനർജി തിയറം ഫോർ എ വേരിയബിൾ ഫോഴ്സ്. കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ് വളരെ ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാം. വർക്ക് എനർജി തിയറം വർക്ക് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അതല്ല വർക്ക് എനർജി തിയറം? വർക്ക് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ വർക്ക് ഈസ് ഈക്വൽ ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്. ആദ്യം ഞാൻ കോൺസ്റ്റന്റ് ഫോഴ്സിനെ പ്രൂവ് ചെയ്യാം, എന്നിട്ട് വാരിയബിൾ ഫോഴ്സിലേക്ക് വരാം. ഫോഴ്സ് നമുക്ക് മാസ് ഇൻടു ആക്സലറേഷൻ എഴുതാം. ഇവിടെ ഫോഴ്സ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ നമുക്കറിയാം v² ഈസ് ഈക്വൽ ടു u² പ്ലസ് 2as. ഇവിടെ നോക്കിയേ, v² മൈനസ് u² ബൈ 2 ഈസ് ഈക്വൽ ടു as. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ w ഈസ് ഈക്വൽ ടു m ഇൻറ്റു v² മൈനസ് u² ബൈ 2. ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്താൽ mv² ബൈ ഹാഫ് mv² മൈനസ് ഹാഫ് mu². ഹാഫ് mv² ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഹാഫ് mv² ഇനീഷ്യൽ കൈനറ്റിക്. ഇതല്ലേ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അപ്പൊ കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാം. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഇനി വാരിയബിൾ ഫോഴ്സ് ആണെങ്കിൽ, ഈ വാരിയബിൾ ഫോഴ്സിന്റെ കേസിൽ എങ്ങനെ നമുക്ക് വർക്ക് എനർജി തിയറം പ്രൂവ് ചെയ്യാം? ഇവിടെ വർക്ക് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്നാണ്. അപ്പൊ ഇവിടുത്തെ ഫോഴ്സ് വാരിയബിൾ ആണ്. ഫോഴ്സ് വാരിയബിൾ ആണെങ്കിൽ വാരിയബിൾ ഫോഴ്സിന് പരമായി വർക്കിന് ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. വർക്ക് ഡൺ ബൈ എ വാരിയബിൾ ഫോഴ്സ് എഫ് ഡോട്ട് dx ആണ് പഠിച്ചത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഇത് കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഏത് ഉപയോഗിക്കാമായിരുന്നു? വളരെ ഈസി ആയിട്ട് നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻ യൂസ് ചെയ്ത് ചെയ്യാമായിരുന്നു. അതേ സമയത്ത് വാരിയബിൾ ഫോഴ്സ് ആണെങ്കിൽ, വാരിയബിൾ ഫോഴ്സ് ആവുന്ന സമയത്ത് ഇക്വേഷൻസ് ഓഫ് മോഷൻ അപ്ലിക്കബിൾ അല്ല. അവിടെ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് അല്ല, ആക്സിലറേഷൻ എന്താണ്? വാരിയബിൾ ആണ്. ആക്സിലറേഷൻ വാരിയബിൾ ആവുന്ന സമയത്ത് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും ആണ്. അത് ഉപയോഗിച്ച് നമ്മൾ എന്ത് പ്രൂവ് ചെയ്യുന്നത്? വർക്ക് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഇനി അടുത്ത ശ്രദ്ധിച്ചോ, പവർ ഈസ് ദ ടൈം റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഡൺ. ഇപ്പൊ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ആണെന്ത്? പവർ. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ദ ഇക്വേഷൻ ഫോർ പവർ ഇൻ ടേംസ് ഓഫ് ഫോഴ്സ് ആൻഡ് വെലോസിറ്റി. നമുക്കറിയാം പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം? ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി ആണ്. അപ്പൊ നമുക്ക് എഴുതാം ഫോഴ്സിന്റെ വെലോസിറ്റി അല്ലെങ്കിൽ എഫ് ഡോട്ട് വി എന്ന് എഴുതാം. ഡോട്ട് പ്രോഡക്റ്റ് ആണ്. പവർ കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ദ യൂണിറ്റ്. ഏതൊക്കെയാ പവറിന്റെ യൂണിറ്റ്? ഒന്ന് ജൂൾ പെർ സെക്കൻഡ് പോസിബിൾ ആണ്. ഹോഴ്സ് പവർ പോസിബിൾ ആണ്. കിലോ വാട്ട് അവർ. കിലോ വാട്ട് അവർ ഇത് ആരുടെ യൂണിറ്റ്? വാട്ട് പവർ യൂണിറ്റ്. കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ ഇത് വാട്ട് പവർ ഇൻറ്റു ടൈം. പവർ ഇൻ ടൈം എനർജിയുടെ യൂണിറ്റ് ആണ്. അപ്പൊ ഇതാണ് കിലോ വാട്ട് അവർ. ഒരിക്കലും ഏത് വരൂല? പവറിന്റെ യൂണിറ്റ് ആയിട്ട് വരൂല. പിന്നെ the engine of a bus of mass 5000 kilogram acts as a bus 2 meter per second to 20 meter per second 120 second. Calculate power. ഇവിടെ എന്തൊക്കെയാ തന്നിരിക്കുന്നത്? മാസ് തന്നിട്ടുണ്ട്. പിന്നെയോ ബസിന്റെ വെലോസിറ്റി 2 meter per second എങ്ങോട്ട് പോകുന്നുണ്ട്? 20 meter per second in 120 second. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി ആണ് കണ്ടുപിടിക്കുക. അതായത് പവർ കണ്ടുപിടിക്കണം. പവർ ഈസ് വർക്ക് ബൈ ടൈം അല്ലെങ്കിൽ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. ഫോഴ്സ് ആണെങ്കിൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പൊ മാസിന്റെ ആക്സിലറേഷൻ കാണാം. ശ്രദ്ധിച്ചോ, മാസിന്റെ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. വി എത്രയാ? 20 മൈനസ് യു എത്രയാ? വി 20, യു എത്രയാ? 2 ബൈ ടൈം എത്രയാ? 120.
that is equal to 18 by 120. The 6 കൊണ്ട് കട്ട് ചെയ്താൽ 3 by 20. ഇതാണ് ആക്സിലറേഷൻ. അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എഞ്ചിൻ ഓഫ് ബസ് ഓഫ് മാസ്. അപ്പൊ ഇവിടുത്തെ ഫോഴ്സ് എത്രയാ? എം എത്രയാ? എം 5000 ഇൻറ്റു 5000 ഇൻറ്റു 3 by 20. ദാറ്റ് ഈസ് ഈക്വൽ ടു കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 500 by 250 into 3, that is equal to 750. അപ്പൊ ഫോഴ്സ് നമുക്ക് കിട്ടി 750 ന്യൂട്ടൺ കിട്ടി. എന്തേ കാണേണ്ടത്? കാൽക്കുലേറ്റ് പവർ എക്സ്പെൻഡഡ്. എത്രയാണ് പവർ? അപ്പൊ ഇവിടുത്തെ പവർ എന്ന് പറഞ്ഞാൽ ഫോഴ്സിന്റെ വെലോസിറ്റി ആണ്. അപ്പൊ ഇവിടുത്തെ പവർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് എത്രയാണ്? 750 ഇൻറ്റു വെലോസിറ്റി. ഏത് വെലോസിറ്റി എടുക്കേണ്ടത്? യു ആണ് എടുക്കേണ്ടത്, വി ആണ് എടുക്കേണ്ടത്? അല്ല, ഇവിടെ ശ്രദ്ധിച്ചേ, ഓൾറെഡി 2 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന എഞ്ചിൻ ആണ്. അതിന്റെ വെലോസിറ്റി ഞാൻ 20 ആക്കി മാറ്റിയത്. അപ്പൊ ഇവിടെ 2 20 ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തത്. അപ്പൊ അവിടെ വെലോസിറ്റി എത്രയായിട്ട് മാറി? 2 20 ആക്കി മാറ്റിയാൽ അത് 20 മൈനസ് 2 18 ആയിട്ട് മാറി. അപ്പൊ നമുക്ക് എഴുതാം 750 ഇൻറ്റു 18. ഇതിന്റെ വാല്യൂ എത്ര വരുന്നത്? 7500 6000 13500 വാട്ട്. ഓക്കെ, ഇങ്ങനെ ഇതേപോലെ നമുക്ക് പവർ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇലാസ്റ്റിക് ആൻഡ് ഇൻഇലാസ്റ്റിക് കൊളിഷൻ? അപ്പൊ നമുക്കറിയാം, കൊളിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇന്ററാക്ഷൻ ഓഫ് 2 bodies which are moves towards each other or one body moves towards another body. 2 ബോഡി മൂവ് ചെയ്യുകയാണെങ്കിൽ ഇത് കൊളൈഡ് ചെയ്യുന്നു. ഈ കൊളൈഡ് ചെയ്യുകയാണെങ്കിൽ 3 രീതിയിലുള്ള കൊളിഷൻ നമുക്കറിയാം. ഒന്ന് ഇലാസ്റ്റിക് കൊളിഷൻ ആണ്. എന്താ ഇലാസ്റ്റിക് കൊളിഷന്റെ പ്രത്യേകത? ഇലാസ്റ്റിക് കൊളിഷൻ ആണെങ്കിൽ മൊമെന്റം കൺസേർവ്ഡ് ആണ്, കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആണ്. ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ, ഇൻഇലാസ്റ്റിക് ആവുന്ന സമയത്ത് മൊമെന്റം കൺസേർവ്ഡ് ആണ്, കൈനറ്റിക് എനർജി ഈസ് നോട്ട് കൺസേർവ്ഡ്. അതേപോലെ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊളിഷൻ ആണെങ്കിൽ ആ പ്ലാസ്റ്റിക് കൊളിഷനും എന്ത് തന്നെയാണ്? മൊമെന്റം കൺസേർവ്ഡ് ആണ്, കൈനറ്റിക് എനർജി നോട്ട് കൺസേർവ്ഡ് ആണ്. പിന്നെ എന്താണ് ഡിഫറൻസ്? എന്താ? ഇൻഇലാസ്റ്റിക് കൊളിഷനും പ്ലാസ്റ്റിക് കൊളിഷൻ ഡിഫറൻസ് എന്താന്ന് പറഞ്ഞാൽ, ആഫ്റ്റർ കൊളിഷൻ ബോത്ത് ബോഡീസ് സ്റ്റിക്ക് ടുഗദർ ഇൻ എ പ്ലാസ്റ്റിക് കൊളിഷൻ. പ്ലാസ്റ്റിക് കൊളിഷൻ ആണെങ്കിൽ കൊളിഷൻ ശേഷം 2 ബോഡികൾ ഒരുമിച്ചാണ് മൂവ് ചെയ്യുക. എക്സാമ്പിൾ, കൊളിഷൻ ഓഫ് എ ബുള്ളറ്റ് വിത്ത് എ ബ്ലോക്ക്. ഒരു ബുള്ളറ്റ് ബ്ലോക്കായിട്ട് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബുള്ളറ്റും ബ്ലോക്കും കൂടി ഒരുമിച്ചാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അത് പ്ലാസ്റ്റിക് കൊളിഷൻ ആണ്. അതേസമയം 2 വെഹിക്കിൾ തമ്മിൽ കൂട്ടിമുട്ടുകയാണെങ്കിൽ കൂട്ടിമുട്ടിന് ശേഷം സെപ്പറേറ്റ് ആവും, അത് ഇൻഇലാസ്റ്റിക് കൊളിഷൻ ആണ്. അപ്പൊ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇലാസ്റ്റിക് ആൻഡ് ഇൻഇലാസ്റ്റിക് കൊളിഷൻ? എന്താ ഡിഫറൻസ്? ഇലാസ്റ്റിക് കൊളിഷനിൽ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആണ്, ഇൻഇലാസ്റ്റിക് കൊളിഷനിൽ കൈനറ്റിക് എനർജി ഈസ് നോട്ട് കൺസേർവ്ഡ്. പിന്നെ ഏത് കൊളിഷൻ ആണെങ്കിലും ശരി, എല്ലാ കൊളിഷനിലും ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആണ്. ഇവിടെ ടോട്ടൽ എനർജി കൺസേർവ്ഡ്, കൈനറ്റിക് എനർജി കൺസേർവ്ഡ് അല്ല. അപ്പൊ ഈ റെഡ്യൂസ് കൈനറ്റിക് എനർജിക്ക് എന്തായിട്ട് മാറി? ഈ കൈനറ്റിക് എനർജി, അതായത് കൊളൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? സൗണ്ട് ഉണ്ടാവുന്നുണ്ട്, ഹീറ്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ സൗണ്ട് എനർജിയും ഹീറ്റ് എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആരാണ്? കൈനറ്റിക് എനർജിയാണ്. Derive expression for loss in kinetic energy on a complete inelastic collision. ഈ കംപ്ലീറ്റ് ഇൻഇലാസ്റ്റിക് കൊളിഷന്റെ പേരാണ് പ്ലാസ്റ്റിക് കൊളിഷൻ. അപ്പൊ പ്ലാസ്റ്റിക് കൊളിഷൻ ആണെങ്കിൽ ലോസ് ഇൻ കൈനറ്റിക് എനർജി കാണും. എങ്ങനെ കണ്ടുപിടിക്കാം? ലോസ് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ലോസ് ഇൻ കൈനറ്റിക് എനർജി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ലോസ് ഇൻ കൈനറ്റിക് എനർജി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ആദ്യമായിട്ട് ലോസ് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ കൈനറ്റിക് എനർജി മൈനസ് ഫൈനൽ കൈനറ്റിക് എനർജി. ഇനീഷ്യലി എന്താണ്? Between elastic and elastic collision, the expression for loss in kinetic energy on a complete elastic collision. അപ്പോൾ ഒരു ബോഡിയെ മാസ് m1 ആണ്, ഇത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി u1 ആണ്, ഇത് കൊളൈഡ് m2 മാസിനെയാണ്, ഇത് ഇനീഷ്യലി റെസ്റ്റ് ആണ്, u2 0 ആണ്. കൊളിഷന് ശേഷം എന്ത് ചെയ്യുന്നു? 2 ബോഡി മൂവ് ചെയ്യുന്നു. m1 മൂവ് ചെയ്യുന്ന വെലോസിറ്റി, m1 ന്റെ വെലോസിറ്റി v1 ആയിട്ട് മാറുന്നു, m2 ന്റെ വെലോസിറ്റി v2 ആയിട്ട് മാറുന്നു. അങ്ങനെയാണെങ്കിൽ ഇനീഷ്യൽ കൈനറ്റിക് എനർജി കണ്ടം, ഇനീഷ്യൽ കൈനറ്റിക് എനർജി, അതേപോലെ ഇവിടെ മൊമെന്റം കൺസേർവ്ഡ് ആണ്. മൊമെന്റം എന്താ? ഇനീഷ്യൽ മൊമെന്റം മാസ് ഇൻറ്റു m1 u1, രണ്ടാമത്തെ മൊമെന്റം 0 ആണ്, പ്ലസ് m1 v1 പ്ലസ് m2 v2. ഇവിടെ ആഫ്റ്റർ കൊളിഷൻ 2 ബോഡി സ്റ്റിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? m1 പ്ലസ് m2 ഇൻറ്റു v2 എന്ന് എഴുതാം. 2 കൂടി എന്ത് ചെയ്യുന്നു? കമ്പൈൻ, 2 കൂടി ഒരുമിച്ചാണ് മൂവ് ചെയ്യുന്നത്. 2 ഒരുമിച്ച് മൂവ് ചെയ്യുകയാണെങ്കിൽ m1 പ്ലസ് m2 ഇൻറ്റു v, or v is equal നമുക്ക് എഴുതാം m1 u1 by m1 plus m2.
ഇനി ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഡെൽറ്റ കെ ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ കൈനറ്റിക് ഇനീഷ്യലി ഒരു ബോഡി മാത്രം മൂവ് ചെയ്യുന്നത് ആ ഒരു ബോഡി മൂവ് ചെയ്യുകയാണെങ്കിൽ ഹാഫ് m1u1 മൈനസ് ഫൈനൽ കൈനറ്റിക് എനർജി. ഈ ഫൈനൽ കൈനറ്റിക് എനർജി ശ്രദ്ധിച്ച് നോക്ക്, ഫൈനൽ ആണെങ്കിൽ രണ്ടു കൂടി ഒരുമിച്ച് മൂവ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എഴുതാം ഹാഫ് ഇൻറ്റു മാസ് എത്രയാ, രണ്ട് ബോഡി മാസ് എടുക്കണം, m1 പ്ലസ് m2 ഇൻറ്റു വെലോസിറ്റി എത്രയാ, കമ്പൈൻഡ് വെലോസിറ്റി v സ്ക്വയർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഹാഫ് m1u1 മൈനസ് half m1 plus m2 into what is v? V is equal to m1u1 by m1 plus m2 whole square. ഇപ്പോൾ നമ്മൾ ഒരു m1 plus m2 കട്ട് ചെയ്യാം. എന്നിട്ട് കോമൺ ആയില്ല ഹാഫ് m1u1 പുറത്തെടുക്കുന്നു. ബാക്കി എന്താണ് ഇവിടെ 1 മൈനസ് ഇവിടുന്ന് ഹാഫ് പോയി, m1 പോയി, u1 പോയി. ബാക്കി എന്താണ് നോക്കിയേ, ബാക്കി ഇവിടെ ഒരു m1 പുറത്ത് പോയി കഴിഞ്ഞാൽ എന്താ വരുന്നത്, ഇവിടെ സ്ക്വയർ m1 സ്ക്വയർ വരും. അതായത് ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ m1 സ്ക്വയർ u1 അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോ, ഒരു m1 ബാക്കി ഉണ്ടാവും ബൈ ആരാ ബാക്കിയുള്ള m1 പ്ലസ് m2. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ m1 പ്ലസ് m2 മൈനസ് m1 കട്ട് ചെയ്തു. അപ്പൊ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, ഹാഫ് m1u1 ഇൻറ്റു ബാക്കി എന്താ ഉള്ളത്, എന്ത് മാത്രമാണ് ഉള്ളത് ശ്രദ്ധിച്ചു നോക്ക്, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ m1 മൈനസ് m1 പ്ലസ് m2 മൈനസ് m2 മാത്രമേ m2 ബൈ m1 പ്ലസ് m2 ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് m1 m2 ബൈ m1 പ്ലസ് m2 ഇൻറ്റു u1. ദിസ് ഈസ് ദ ലോസ് ഇൻ കൈനറ്റിക് എനർജി ഇൻ എ പ്ലാസ്റ്റിക് കൊളിഷൻ ഓർ perfectly inelastic collision. Okay, next അടുത്ത ദിവസം നോക്കിയേ, ഫോഴ്സ് റിക്വയർഡ് ടു ലിഫ്റ്റ് എ ബോഡി ഫ്രം ദി ഗ്രൗണ്ട് ഓഫ് എ ഹൈറ്റ് h and working is in measured as the product of force and magnitude of displacement. Name the energy possessed by the body at maximum height. അപ്പൊ ഈ ബോഡി നമ്മൾ ലിഫ്റ്റ് ചെയ്ത് മേലേക്ക് എത്തിക്കഴിഞ്ഞാൽ മേലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് കൈനറ്റിക് എനർജി ഉണ്ട്, അതേപോലെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഹയസ്റ്റ് പോലെ എത്തിക്കഴിഞ്ഞാൽ ഇത് റെസ്റ്റിലായിട്ട് മാറി, റെസ്റ്റായി മാറിക്കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി ബിക്കം സീറോ. എന്ത് മാത്രമാണുള്ളത്, പൊട്ടൻഷ്യൽ എനർജി മാത്രമാണുള്ളത്. സോ അറ്റ് ദി ഹയസ്റ്റ് പോയിന്റ് ഇറ്റ് ഹാവിംഗ് ഓൺലി പൊട്ടൻഷ്യൽ എനർജി. ഹയസ്റ്റ് പോയിന്റ് ഇതിന് പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ. ഇനിയോ, എ മാൻ ഓഫ് മാസ് 60 കിലോഗ്രാം carries a stone 20 kilogram to the top of a multi-story building at height 50. Calculate total energy spent by him. But total energy ആണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം, ടോട്ടൽ എനർജി ആണ് വർക്ക് ഡൺ, എബിലിറ്റി ടു ഡു എ വർക്ക്, ഒരു വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ആണ് ഇവിടുന്ന് എനർജി. അപ്പൊ നമുക്ക് കാണാം എനർജി ഈസ് ഈക്വൽ ടു mgh ആണ്. അപ്പൊ mgh ആണെങ്കിൽ ഇവിടെ എത്ര മാസ് ഉണ്ട്, ഇദ്ദേഹത്തിന്റെ മാസം ഉണ്ട്, അതേപോലെ ഈ ബോഡിയുടെ മാസം ഉണ്ട്. അപ്പൊ എത്രയായിട്ട് മാറി, 60 + 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 80. ജിന്റെ വാല്യൂ 10 ആക്കി എടുക്കുന്നു, ഇൻറ്റു ഹൈറ്റ് എത്രയാ 50. ജിന്റെ 9.8 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് നമുക്ക് 9.8 എടുക്കാം. അപ്പൊ 9.8 എടുക്കാണ്, ശ്രദ്ധിച്ചോളൂ. 80 ഇൻറ്റു 9.8 50. 50 ഇൻറ്റു 9.8 490. 490 ഇൻറ്റു 8 849 392 അല്ലെ, ഇത്രയും ജൂൾ. അപ്പം 39,200 ഇത്രയും എനർജി എന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ വർക്ക് എനർജി പവർ സാധാരണ എല്ലാ തവണയും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണെന്ന് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പ്രൂവ് ചെയ്യാൻ അത് ഒരുപാട് തവണ, 4-5 തവണ ചോദിച്ചിട്ടുണ്ട്. പിന്നെയോ ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസ് എല്ലാം നമ്മുടെ ഇലാസ്റ്റിക് കൊളിഷൻ, ഇൻഇലാസ്റ്റിക് കൊളിഷൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്റർ കിടക്കാൻ നമുക്ക് നെക്സ്റ്റ് ആണ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. അപ്പൊ ഇതിൽ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് തിയറം ഓഫ് പെർപെൻഡിക്കുലർ ആക്സിസ് ഓൺ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, derive expression by the moment of inertia of a circular disc about its diameter with the help of a near diagram. അപ്പൊ എന്താണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ? മൊമെന്റ് ഓഫ് ഇനർഷ്യ is the rotational analog of mass which is the resistance to rotational motion. rotational motion resistance ആണ് the moment of inertia. ആ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓരോ ആക്സസ് മാറുന്ന സമയത്ത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാൻ വേണ്ടി രണ്ട് തിയറം യൂസ് ചെയ്യുന്നുണ്ട്.
ഒന്ന് പാരലൽ ആക്സിസ് തിയറം ആണെങ്കിൽ രണ്ടാമത് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ഇവിടെ സ്റ്റേറ്റ് ചെയ്യാൻ പോകുന്നത് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ആണ്. അപ്പൊ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ പ്ലാനാർ ബോഡി. ഇതേ ഒരു പ്ലാനാർ ബോഡി എടുക്കുന്നു, ഇതിന്റെ പ്ലെയിനിൽ ഒരു എക്സ് ആക്സിസ് ഉണ്ട്, അതേപോലെ വൈ ആക്സിസ് ഉണ്ട്. ഇതിന് പെർപെൻഡിക്കുലർ ഇങ്ങനെ ഈ പാൻ വരെ സെഡ് ആക്സിസ് ഉണ്ടാവും, അത് ഇങ്ങനെ വരയ്ക്കാം. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ പ്ലാനാർ ബോഡി അബൌട്ട് എ പെർപെൻഡിക്കുലർ ആക്സിസ്. ഇതൊരു പ്ലെയിൻ ആണെങ്കിൽ ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ഇങ്ങനെ ഒരു ആക്സിസ് ഉണ്ട്, ഈ ആക്സിസ് ബേസ് ചെയ്ത് മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഇത് നമുക്ക് വേണമെങ്കിൽ സെഡ് ആക്സിസ് എന്ന് വിളിക്കാം. ഇതിന്റെ സർഫസിൽ എന്തുണ്ട്? എക്സ് ആക്സിസ് ഉണ്ട്, അതേപോലെ വൈ ആക്സിസ് ഉണ്ട്. അപ്പൊ നമുക്ക് വിളിക്കാം മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ പ്ലാനാർ ബോഡി അബൌട്ട് എ പെർപെൻഡിക്കുലർ ആക്സിസ് ഈസ് ഈക്വൽ ടു സം ഓഫ്, ആരുടെ സം ആണ്? സം ഓഫ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദാറ്റ് ബോഡി അബൌട്ട് അതർ ടു മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസ്. ഏതൊക്കെയാണ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസ്? ഐ എക്സ് ആൻഡ് ഐ വൈ. സോ ഐ സെഡ് ഈസ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ. ഇതാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ഇനി എന്താ പറഞ്ഞത്? ഡിറൈവ് എക്സ്പ്രഷൻ ഓഫ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ബൈ ഡിസ്ക് അബൌട്ട് ഡയമീറ്റർ. ഒരു ഡിസ്ക് ഡയമീറ്ററിനെ ബേസ് ചെയ്ത് കറങ്ങുകയാണെങ്കിൽ ഇങ്ങനെ ഡയമീറ്ററിനെ ബേസ് ചെയ്ത് ഇങ്ങനെ കറങ്ങുകയാണ്. ഈ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ് ഒരു ഡയമീറ്റർ ആണ്. അപ്പൊ നമുക്ക് എഴുതാം ഐ എക്സ് ഇസ് ഈക്വൽ ടു ഐ ഡി എന്ന് എഴുതാം. അതേപോലെ വൈ ആക്സിസ് ഒരു ഡയമീറ്റർ ആണ്, ഐ വൈ ഇസ് ഈക്വൽ ടു ഐ ഡി എന്ന് എഴുതാം. അപ്പൊ ഐ എക്സും ഐ ഡി ആണ്, ഐ വൈയും ഐ ഡി ആണ്. ഇവിടെ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം അനുസരിച്ചുകൊണ്ട് ഐ സെഡ് ഈസ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ. ഐ എക്സ് എത്രയാ? ഐ ഡി. ഐ വൈയും ഐ ഡി ആണ്, 2id. അപ്പൊ നമുക്ക് എഴുതാം ഐ ടു എടുത്താൽ ഐ ഡി ഈസ് ഈക്വൽ ടു ഐ സെഡ് ബൈ 2. ഐ സെഡ് എന്ന് എന്താ? ഈ ഡിസ്കിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ ആക്സിസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ആക്സിസ് ബേസിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇത് എത്രയായിരുന്നു? ഒരു ഡിസ്കിന്റെ എം ആർ സ്ക്വയർ ബൈ 2 ആണ്. അപ്പൊ നമുക്ക് എഴുതാം ഐ സെഡ് എം ആർ സ്ക്വയർ ബൈ 2 by 2, that is equal to mr square by 4. The ഡിസ്കിന്റെ കേസിലാണ് mr square by 2. റിംഗ് ആണെങ്കിൽ എത്രയായിട്ട് വരിക? mr square ആണ് വരിക. അപ്പൊ നമുക്ക് കിട്ടിയത് മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ദി ഡയമീറ്റർ id is equal to mr square by 4 in the case of a disk. Okay. Next, a solid cylinder of mass 20 kilogram rotates about its own axis. Its own axis with angular velocity 100. The radius of the cylinder is 0.25. What is the kinetic energy associated with the rotation of the cylinder? What is the magnitude of angular momentum? അപ്പോൾ നമുക്കറിയാം kinetic energy rotational motion is equal to half I omega square ആണ്. ഇവിടെ I കണ്ടുപിടിക്കണം. ആരുടെ I ആണ്? സോളിഡ് സിലിണ്ടർ ആണ്. സോളിഡ് സിലിണ്ടർ റൊട്ടേറ്റ് അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ്. ഇതാണ് സോളിഡ് സിലിണ്ടർ എങ്കിൽ ഇതിന്റെ ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുക. ഇത് സോളിഡ് സിലിണ്ടർ ആണെങ്കിൽ ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര വരുന്നത്? mr square by 2 ആണ്. അപ്പൊ mr square by 2 അപ്പൊ നമുക്ക് എഴുതാം 1/2 into mr square by 2 into omega square. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഹാഫ് ഇൻറ്റു mr square by 2. m എത്രയാ? 20. റേഡിയസ് എത്രയാ? 0.25 സ്ക്വയർ by 2 into omega എത്രയാ? 100 സ്ക്വയർ. 100 into 0.25 25 സ്ക്വയർ 625 into 5 3125 ജൂൾ. ഇതാണ് കൈനറ്റിക് എനർജി. ഇനി എന്ത് കണ്ടുപിടിക്കണം? ഇനി നമ്മൾ കണ്ടുപിടിക്കുന്ന ആംഗുലാർ മൊമെന്റം L is equal to എന്താ? L is equal to I omega. I എത്രയാ? mr square by 2 into omega. That is equal to mr m എത്രയാ? 20. R എത്രയാ? 0.25 സ്ക്വയർ by 2 into omega എത്രയാ? 100. അപ്പൊ കട്ട് ചെയ്താൽ 10. ഇതിന് 2.5 6.25 into 10 62.5 എന്ന് കിട്ടും. This is the moment of inertia, angular momentum kilogram meter per second. അപ്പോൾ ഇവിടെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ 0.25 സ്ക്വയർ 0.0625 into 10 0.625 അതായത് into 100 ചെയ്താൽ 62.5 കിട്ടും. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. ഓക്കെ. നേരത്തെ നോക്കിയേ ആംഗുലാർ മൊമെന്റം ഈസ് റിലേറ്റഡ് ടു ലീനിയർ മൊമെന്റം ആസ് L is R cross P. Show that rate of change of angular momentum of particle is equal to external torque. അപ്പോൾ ആംഗുലാർ മൊമെന്റം L is equal to R cross P ആണ്. ഇതിലെ റേറ്റ് ഓഫ് ചേഞ്ച് എടുക്കാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് എഴുതാം dl by dt. dl by dt is equal to d by dt of R cross P. രണ്ട് ടേം ഉണ്ട്. രണ്ട് ടേമിന്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്യാം, പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അപ്പൊ ഇവിടെ നോക്കിയ ഇവിടെ എന്താ ഡി പി ബൈ ഡി ടി? ഡി പി ബൈ ഡി ടി ആണ് ഫോഴ്സ് എഫ് ആണ്. അപ്പൊ ആർ ക്രോസ് എഫ് എന്നിട്ട് ഡി പി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എഫ് ആണ്.
അപ്പൊ r cross f പ്ലസ് dr by dt വെലോസിറ്റി v ക്രോസ് p എന്ന് പറഞ്ഞാൽ mv ആണ്. v ക്രോസ് v എന്ന് പറഞ്ഞാൽ എന്താ? 0 ആണ്. ഒരു വെക്ടർ എടുക്കുകയാണെങ്കിൽ അതിന്റെ ക്രോസ് പ്രോഡക്റ്റ് a ക്രോസ് a 0 ആണ്, b ക്രോസ് b 0 ആണ്, അതേപോലെ v ക്രോസ് v തന്നെയാണ് 0. Then dl by dt is r cross f. What is r cross f? r cross f is equal to tau. So we get the answer dl rate of change of angular momentum is equal to torque. ഇതല്ലേ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്? So we get dl by dt is equal to tau. Okay. നമുക്ക് ആൻസർ കിട്ടി. 3 മാർക്ക് വളരെ ഈസി ആയിട്ട് കിട്ടി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A solid sphere of mass m, radius r, starts from rest and rolls down along an inclined plane without slipping. Calculate kinetic energy of the sphere when it reaches the ground. ഗ്രൗണ്ടിൽ എത്തുന്ന സമയത്ത് ഇതിന്റെ വെലോസിറ്റി ആണ് കാണേണ്ടത്. ആരാ മൂവ് ചെയ്യുന്നത്? സോറി, കൈനറ്റിക് എനർജി ആണ്. കൈനറ്റിക് എനർജി എന്താ? ഇത് റോളിംഗ് ബോഡിയാണ്. റോളിംഗ് ബോഡി ആണെങ്കിൽ റോളിംഗ് മോഷൻ എനർജി എത്രയായിരുന്നു? നമുക്കറിയാം റോളിംഗ് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? റോളിംഗ് ഈസ് ഈക്വൽ ടു ട്രാൻസ്ലേഷൻ പ്ലസ് റൊട്ടേഷൻ ആണ്. ട്രാൻസ്ലേഷൻ പ്ലസ് റൊട്ടേഷൻ. എന്താ ട്രാൻസ്ലേഷൻ എനർജി? ഹാഫ് എം വി സ്ക്വയർ പ്ലസ് റൊട്ടേഷൻ എത്രയാ? ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. അതിന്റെ സ്ഥാനത്ത് എം കെ സ്ക്വയർ കൊടുക്കുന്നു. ഒമേഗയുടെ സ്ഥാനത്ത് വി സ്ക്വയർ വി ബൈ ആർ കൊടുത്താൽ we get kinetic energy is equal to half mv square into 1 plus k square by r square. ഇതല്ലേ റോളിംഗ് ബോഡിയുടെ എനർജി? അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് കൈനറ്റിക് എനർജി ഓഫ് ദി സ്ഫിയർ റീച്ചസ് ദി ബോട്ടം. ഇത് താഴെത്താൻ ആവശ്യ സമയത്തുള്ള വെലോസിറ്റി ആണ്, കൈനറ്റിക് എനർജി ആണ് കണ്ടുപിടിക്കേണ്ടത്. ആരാണ് ബോഡി മൂവ് ചെയ്യുന്നത്? സ്ഫിയർ ആണ്, സോളിഡ് സ്ഫിയർ. സോളിഡ് സ്ഫിയർ ആണെങ്കിൽ അതിന്റെ കെ സ്ക്വയർ എത്രയാ? നമുക്കറിയാം മൊമെന്റ് ഓഫ് ഇനേർഷ്യ 2/5 mr സ്ക്വയർ ആണ്. അപ്പൊ ഇവിടുന്ന് നമുക്കറിയാം കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഐ ബൈ എം ആണ്. എം ഡിവൈഡ് കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2/5 r സ്ക്വയർ. അപ്പൊ കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ 2/5 ആണ്. അപ്പൊ നമുക്ക് എഴുതാം ഹാഫ് എം വി സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് 2/5. 1 പ്ലസ് 2/5 എന്ന് പറഞ്ഞാൽ 7/5. 7/5 ഇൻറ്റു half mv square. Half mv square into 7/5. That is 7 mv square by 10. ഇതാണ് kinetic energy. 7 into mass എത്രയാണത്? മാസ്. അപ്പൊ നമുക്ക് എഴുതാം ഇതിനെ ജസ്റ്റ് മാസ് തന്നിട്ടില്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് ഇതിൽ എഴുതാം 7 mv square by 10. ഇതാണ് കൈനറ്റിക് എനർജി. ഫൈൻഡ് ദ വെലോസിറ്റി when it reaches the bottom. ഇത് താഴെത്തുന്ന സമയത്തുള്ള വെലോസിറ്റി കാണാൻ. അപ്പൊ വെലോസിറ്റി കാണുമ്പോൾ കൈനറ്റിക് എനർജി കിട്ടിയെങ്കിൽ ശ്രദ്ധിച്ചോ, ആദ്യമായിട്ട് കൈനറ്റിക് എനർജി ഹാഫ് എം വി 7 mv സ്ക്വയർ ബൈ 10 കിട്ടിയെങ്കിൽ. ഇനി ശ്രദ്ധിച്ചോ, ഇത് ഏറ്റവും താഴെത്തും ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്, കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ. ഹൈയസ്റ്റ് പോയിന്റ് ആവുന്നത് റസ്റ്റിലാണ്, ഇവിടെ പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ. ആ പൊട്ടൻഷ്യൽ എനർജി എത്രയായിരുന്നു? ഹൈയസ്റ്റ് പോയിന്റ് പൊട്ടൻഷ്യൽ എനർജി mgh ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനോട് കമ്പയർ ചെയ്യാം. ബൈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ടോട്ടൽ എനർജി അറ്റ് ദി ഇനീഷ്യൽ പോയിന്റ് ഇസ് ടോട്ടൽ എനർജി അറ്റ് ദി ഫൈനൽ പോയിന്റ്. അപ്പൊ നമുക്ക് എഴുതാം ടോട്ടൽ എനർജി അറ്റ് ദി bottom 7 mv square by 10 equal to highest one energy mgh. m കട്ട് ചെയ്യുന്നു. ഈ 10 അങ്ങ് എടുത്തു കഴിഞ്ഞാൽ v square is equal to 10 gh by 7 or v is equal to root of 10 gh by 7. This is the velocity when it reaches the bottom. Okay. Next, moment of inertia about a diameter of a ring is mr square by 2. Name the theorem that helps to find the moment of inertia about the tangent parallel to diameter. ശ്രദ്ധിച്ചേ, ഇതാണ് ഡയമീറ്റർ. ഇതിന് പാരലൽ ആയിട്ട് ഒരു ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ ഇതിനെ ബേസ് ചെയ്ത മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം പാരലൽ ആക്സിസ് തിയറം. നെയിം ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പാരലൽ ആക്സിസ് തിയറം ആണ്. ഇനി ഡ്രോ ദ ഡയഗ്രാം ടു ഫൈൻഡ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ടാൻജന്റ് പാരലൽ ടു ദി ഡയമീറ്റർ. ആ ഡയഗ്രാം എന്താ വരച്ച് കറക്റ്റ് ആയിട്ട്. അപ്പൊ ഇതിന്റെ ടാൻജന്റ് ഉള്ളത് ഡ്രോ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യണം? ഫൈൻഡ് ചെയ്യണം. ഫൈൻഡ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ദി പാരലൽ axis is equal to moment of inertia of a body about an axis passing through center of mass and the product of the body and square of distance between two axes. അപ്പോൾ ഇവിടെ IC ഇവിടെ സെന്റർ ഓഫ് മാസ് ഇവിടെയാണ്. ഈ സെന്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് പറഞ്ഞാൽ ഇതിന് ടാൻജന്റ് പാരലൽ ആയിട്ട് സെന്റർ ഓഫ് മാസിൽ പാസ് ചെയ്യുന്ന ആക്സിസ് ആണ് ഡയമീറ്റർ ആണ്. അത് എത്രയാണ് തന്നിട്ടുണ്ട്? ID പ്ലസ് m ഇൻറ്റു ഈ ഡിസ്റ്റൻസ് r എന്ന റേഡിയസ് ആണ് mr സ്ക്വയർ. ID എത്ര തന്നിട്ടുണ്ട്? mr സ്ക്വയർ ബൈ 2. അപ്പൊ mr സ്ക്വയർ ബൈ 2 plus mr square that is equal എത്രയാ? അര mr സ്ക്വയറും ഒരു mr സ്ക്വയറും 3/2 mr സ്ക്വയർ. ഓക്കെ, ഇനി
rotational analog of mass and rotational analog ആണ് moment of inertia. Okay, അപ്പൊ ഇത്രയും പഠിച്ച 5 മാർക്കാണ്. ഈ moment of inertia സാധാരണ parallel axis theorem, perpendicular axis theorem, ഇനി റിംഗിന്റെയോ ഡിസ്കിന്റെയോ moment of inertia കാണാൻ കറക്റ്റ് ആയി ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞ് നമുക്ക് ഈ ലൈവ് സെഷൻ അവസാനിപ്പിക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് എല്ലാം നമുക്ക് അടുത്ത ലൈവ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അവിടെ ശ്രദ്ധിച്ചോളൂ. സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് എ സോളിഡ് സ്ഫിയർ റോൾസ് ഡൗൺ ഓൺ ഇൻക്ലൈൻഡ് പ്ലെയിൻ, vertical height h. M is the mass or radius of the sphere. Write the equation of moment of inertia of the sphere about diameter. Diameter base ചെയ്ത moment of inertia എത്രയാണ്? I is equal to ഒരു sphere ആണെങ്കിൽ 2/5 mr square ആണ് ഒരു സ്ഫിയറിന്റെ moment of inertia. Okay, പിന്നെ prove that velocity reaches the bottom is 1.2. നമുക്കറിയാം ഒരു ബോഡി ഇങ്ങനെ ഇൻക്ലൈൻഡ് സർഫസിന് മേലേക്ക് താഴേക്ക് റോൾ ചെയ്യുകയാണെങ്കിൽ, ഇവിടെ താഴേക്ക് റോൾ ചെയ്യുകയാണ്, ഇവിടെ mgh ആണ് ഇവിടുത്തെ എനർജി, താഴത്തെ സമയത്തുള്ള എനർജി ½ mv² × 1 + k² ആണ്. ഇത് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് ഇവിടുന്ന് v കിട്ടും. വെലോസിറ്റി അത് reaches the bottom, v is equal to √2gh/1 + k² ഇതല്ലേ വെലോസിറ്റി ഇക്വേഷൻ. ഇവിടെ നമുക്ക് k² എത്ര എഴുതാം? k² എന്ന് പറഞ്ഞാൽ I/m ആണ്. k² is equal to 2/5 r². അപ്പൊ അങ്ങനെയാണെങ്കിൽ k²/r² is equal to 2/5 1 + k²/r² is equal to 7/5 ആയിട്ട് മാറും. അപ്പൊ so we have tried v is equal to √2gh/1 + k²/r 7/5. ഈ 5 മേലേക്ക് എടുത്തു കഴിഞ്ഞാൽ √10gh/7. √10/7 1.4. 1.4 root 1.2. So we have tried root of 1.2 in root of gh. Any instead of a sphere, another object of same mass, radius with a different shape is used above experiment. Will it reaches the bottom with the same or different velocity? Different velocity maximum velocity എപ്പോഴും ആരാണ്? ഈ സ്ഫിയർ ആണ്. അതായത് ഇത് റിംഗ് ആണെങ്കിൽ റിംഗ് ആവുന്ന സമയത്ത് എത്രയേ വരുന്നുള്ളൂ? √gh മാത്രമേ വരുള്ളൂ. 1 + k²/r² കാൽക്കുലേറ്റ് ചെയ്യുക കിട്ടുക. അപ്പൊ ഓരോന്നിന്റെയും റേഡിയസ് ഓഫ് ഗൈറേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് എപ്പോഴും ആരായിരിക്കും? സ്ഫിയർ, സോളിഡ് സ്ഫിയർ ആണ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് താഴ്ത്തുക. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത് പാർട്ട് 1 ഡിഫറെന്റ് ചാപ്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആദ്യമായിട്ട് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റും ഫിസിക്കൽ വേൾഡും 2 ചാപ്റ്റർ, പിന്നെ മോഷൻ എ സ്ട്രെയിറ്റ് ലൈൻ, മോഷൻ എ പ്ലെയിൻ, ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി, പവർ, റൊട്ടേഷണൽ മോഷൻ. അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് ഈ ടൈം നമ്മൾ ഡിസ്കസ് ചെയ്തത്. ബാക്കി ചാപ്റ്റേഴ്സ് നമുക്ക് അടുത്ത ലൈവിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം അടുത്ത ലൈവ് വേണ്ടി എല്ലാവരും പ്രിപ്പയർ ആവും. ഓക്കെ, താങ്ക് യു.